മരുന്നോ ഓപ്പറേഷൻ കൊണ്ടോ ജീവിതശൈലി രോഗങ്ങൾ മാറ്റാനാകില്ല. പക്ഷേ സ്വയം തിരുത്താൻ തയ്യാറായാൽ ജീവിതശൈലി രോഗങ്ങൾ മാറും. ഈ ആഴ്ച ആമവാദം റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ആണ് നമ്മളുടെ ടോപ്പിക്. റുമറ്റോയിഡ് ആർത്രൈറ്റിസിനെ പറ്റി സംസാരിക്കുമ്പോൾ സാധാരണ കേൾക്കുന്ന കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, സഡനായിട്ട് കുറച്ച് വേദനയായിട്ട് തുടങ്ങുന്നു. പിന്നെ വേദന കാരണം അനക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം വരുന്നു. പതുക്കെ പതുക്കെ അത് കൂടി അതൊരു വലിയ ബുദ്ധിമുട്ടായി മാറുന്നു. ജോയിൻസിനാണ് സാധാരണ ഇതൊക്കെ വരിക. അതും മിക്കവാറും ചെറിയ ജോയിൻസ്, കൈക്കും കാലിൻ്റെയൊക്കെ ചെറിയ ജോയിൻസിനാണ് ഇത് തുടങ്ങുക. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ആദ്യമൊക്കെ ആൾക്കാർ പൊതുവെ പെയിൻ കില്ലേഴ്സ് എടുക്കുകയും പിന്നെ ക്രമേണ അത് ആർത്രൈറ്റിസ് ട്രീറ്റ്മെൻറ്റിലേക്ക് മാറുകയാണ് ചെയ്യുക. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സാധാരണഗതിയിൽ ഉള്ള ട്രീറ്റ്മെൻറ്റ്സിനെ വെച്ച് നോക്കുമ്പോൾ ജീവിതശൈലി ക്രമീകരിക്കുന്നത് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് ട്രീറ്റ്മെൻറ്റിൽ എന്നുള്ളതാണ്. ആദ്യമായിട്ട് ഡോക്ടർ ജോളിയോട് ചോദിക്കാനുള്ള ചോദ്യം, ഇത് ശരിക്കും ഏതെങ്കിലും ഒരു ഘട്ടത്തിലാണല്ലോ ഇത് പ്രത്യക്ഷപ്പെടുന്ന ഈ വേദന? അപ്പോൾ അതുവരെയും ഇല്ലാത്ത ഒരു ഇഷ്യൂ ആയിട്ടാണ് വരുന്നത്. എങ്ങനെയാണ് ഇത് തുടങ്ങുന്നത്? യൂഷ്വലി നമ്മൾ കൊച്ചുകുട്ടികളിലും വരാം, വലിയ ആൾക്കാരിലും വരാം. അപ്പോൾ ഇത് തുടങ്ങുന്നത് ഈ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറയുമ്പം അതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റമാണ് അവിടെ തെറ്റുന്നത്. അതൊരു പരിധി, അതായത് ഇമ്മ്യൂണിറ്റിയുടെ ബാലൻസ് കുറയുന്നു. ഇമ്മ്യൂണിറ്റിക്ക് 2 പാർട്ടാണുള്ളത്. ഒന്ന് ഇൻഫ്ലമേഷൻ, അതായത് പ്രതിരോധം. മറ്റത് ആൻറ്റി ഇൻഫ്ലമേഷൻ, അതായത് നമ്മുടെ ഹീലിംഗ്. അപ്പോൾ രണ്ടും ഒരു പാരലായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും അത് കുറേയൊക്കെ ബോഡി മാനേജ് ചെയ്യാനായിട്ട് നോക്കും. പക്ഷേ ഈ ഇൻഫ്ലമേഷൻ കൂടുകയും ആൻറ്റി ഇൻഫ്ലമേഷൻ, അതായത് അതിൻ്റെ ഹീലിംഗ് കപ്പാസിറ്റി കുറയുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് വേദനകളൊക്കെ വന്നു തുടങ്ങുന്നത്. പിന്നെ ആ ഒരു സ്റ്റേജിൽ പതുക്കെ നമ്മൾ കൂടിക്കൊണ്ട് വന്നു കഴിയുമ്പോഴേക്കാണ് സ്റ്റിഫ്നെസ്, അതുപോലെ ജോയിൻ്റൊക്കെ ഡിഫോമിറ്റീസിലേക്കൊക്കെ പോകുന്നത് കുറേ കാലങ്ങൾ നിന്ന് കഴിയുമ്പോഴാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ ഇൻഫ്ലമേഷനും ആൻറ്റി ഇൻഫ്ലമേഷനും, അല്ലാതെ നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്ത് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പം നമ്മൾ എല്ലാ ആഴ്ചയും ഒരു പോള് നടത്തുമല്ലോ ആ ടോപ്പിക്കിനെ പറ്റി. അപ്പം അങ്ങനെ പോള് നടത്തിയപ്പോൾ നമ്മൾ കണ്ടത് ശരിക്കും ഈ ജീവിതശൈലി മാറ്റങ്ങൾ ഇതിന് ഉപകാരപ്പെടും എന്നുള്ളതാണ് നല്ലൊരു മെജോറിറ്റി പറയുന്നത്. അതേസമയം ഈ ജീവിതശൈലി മാറ്റങ്ങൾ ഉപകാരപ്പെടും എന്ന് പറയുമ്പോഴും പലർക്കും അതിൻ്റെ ഒരു ഡീറ്റെയിൽസിലേക്ക് അറിയാൻ പാടില്ല. അപ്പം നമുക്ക് ഇപ്പം സാധാരണ റുമറ്റോയിഡ് പേഷ്യൻസ് ആണെങ്കിൽ അവരോട് ഇപ്പം ജീവിതശൈലി മാറ്റണം അല്ലെങ്കിൽ അതിൽ ചേഞ്ചസ് വരുത്തണം എന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ള സാധാരണ കിട്ടുന്ന ട്രീറ്റ്മെൻറ്റ്സിൽ ഉള്ളതാണോ, അല്ലെങ്കിൽ അതിൽ കുറവുണ്ടോ? ബേസിക്കലി റുമറ്റോളജി, മോഡേൺ മെഡിസിനിൽ അത് റുമറ്റോളജിസ്റ്റാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഈ റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, റുമാറ്റിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊളാജൻ വാസ്കുലർ ഡിസീസ് എന്ന് പറയും. ഈ ഗ്രൂപ്പിൽ വരുന്ന ഇതെല്ലാം തന്നെ സാധാരണ റുമറ്റോളജിസ്റ്റാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ റുമറ്റോളജിസ്റ്റിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒത്തിരി പുതിയ മരുന്നുകൾ വന്നുകൊണ്ടിരിക്കുക. മരുന്നുകൾ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഇമ്മ്യൂണോ സപ്രസൻസ്, പെയിൻ കില്ലേഴ്സ്, ഇമ്മ്യൂണോ സപ്രസൻസ്, ഇമ്മ്യൂണോമോഡുലേറ്റേഴ്സ്. ബേസിക്കലി ഇതെല്ലാം ആക്ട് ചെയ്യുന്നത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെയാണ്. പെയിൻ എന്ന് പറയുന്ന ആ ഒരു സിംറ്റം തന്നെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ആക്ടിവിറ്റി കൊണ്ടാണ് നമുക്ക് പെയിൻ വരുന്നത്. പനി, അതുപോലത്തെ കാര്യങ്ങളെല്ലാത്തിനും കാരണം ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഈ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ആക്ടിവിറ്റി കാരണം. അപ്പം അതിനെ സപ്രസ് ചെയ്യുക എന്നുള്ളതാണ് ഈ പെയിൻ കില്ലർ ആണെങ്കിലും DMRDs എന്ന് പറയും, ഇമ്മ്യൂണോമോഡുലേറ്റേഴ്സ് ആണെങ്കിലും സ്റ്റീറോയിഡ്സ് പോലെ ഇമ്മ്യൂണോ സപ്രസൻസ് ആണെങ്കിലും ഇവരെല്ലാം ഒരേ രീതിയിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ മരവിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ആ മരുന്നാണ് റുമറ്റോളജിസ്റ്റ് കൊടുക്കുന്നത്. അപ്പം നമ്മൾ വൺസ് മരുന്ന് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂഷ്വലി അത് കൂട്ടി കൊണ്ടുപോകുക എന്നുള്ളതാണ് സാധാരണ നടക്കുന്നത്. കുറച്ചിൽ തുടങ്ങും, പിന്നെ ഒന്ന് അങ്ങനെ ട്രിപ്പിൾ ഡ്രഗ് റെജിം, ചിലപ്പോൾ ട്രിപ്പിൾ ഡ്രഗ് കൊണ്ട് 3 മരുന്ന് കൊണ്ട് പറ്റാത്തപ്പോൾ 4ാമത്തെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യും, ഇങ്ങനെ പോകും. പിന്നെ അതുപോലെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് മാറ്റ്സ് എന്ന് പറയുന്ന, അതായത് മോണോക്ലോണൽ ആൻറ്റിബോഡീസ്,
അതാണ് പുതിയതായിട്ട് എവറി മന്ത് എന്ന് പറഞ്ഞതുപോലെ ഓരോ പുതിയ മരുന്നുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ, അതൊക്കെ ട്രൈ ചെയ്യാന്നുള്ളതാണ് ഇതിനകത്ത് വരുന്നത്. മറ്റുള്ള മരുന്നുകളൊന്നും പറ്റാതെ വരുമ്പോൾ ഇങ്ങനെ ഏറ്റവും ലേറ്റസ്റ്റിലേക്ക് പോകും. ഒക്കെ പലതും വെരി കോസ്റ്റ്ലി ആണ്. 25,000 രൂപ ഒരു ഇഞ്ചക്ഷന് തന്നെ, 25,000 രൂപ 50,000 രൂപയൊക്കെ വില വരുന്ന മരുന്നുകളാണ്. പ്രത്യേകിച്ച് പുതിയ മരുന്നുകൾ വരുമ്പോൾ അതിനെല്ലാം വില കൂടുതലായിരിക്കും. പക്ഷേ നമ്മൾ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ വേണ്ടി വരുമ്പം നമുക്ക് ഈ മരുന്നുകൾ കുറയ്ക്കാൻ പറ്റും. മരുന്നുകളെന്ന് മാത്രമല്ല, യൂഷ്വലി ഞാൻ കാണുന്ന പേഷ്യൻസ് എല്ലാം തന്നെ ഈ റുമറ്റോളജിസ്റ്റിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ ഇരിക്കുന്ന പേഷ്യൻ്റ് ഫ്രം അക്രോസ് കേരള ആൻഡ് ഔട്ട്സൈഡ് കാനഡ, അമേരിക്ക ഒക്കെ അവിടുത്തെ റുമറ്റോളജിസ്റ്റിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ ഇരിക്കുന്ന പേഷ്യൻസിൻ്റെ ആണ് നമ്മൾ സാധാരണ കൊടുക്കേണ്ടി വരുന്നത്. അപ്പം ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ, ജസ്റ്റ് ലൈഫ് സ്റ്റൈൽ അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞ കൊണ്ട് മാത്രം ആർക്കും ഒന്നും മരുന്നിൻ്റെ ഒന്നും, കാരണം അവിടെ എന്താണ് ലൈഫ് സ്റ്റൈലിലെ പ്രോബ്ലം എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്ത് എന്തുകൊണ്ട് ഇവർക്ക് ഇത് വരുന്നു എന്ന് കണ്ടുപിടിച്ചിട്ട് അവിടെയാണ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ചെയ്യുന്നത്. അപ്പം അങ്ങനെ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ചെയ്യുമ്പോൾ മിക്കവാറും 2-3 മാസം കൊണ്ട് എത്ര 3-4 മരുന്നുകൾ എടുത്തുകൊണ്ടിരുന്നവർക്ക് പോലും അത് കുറച്ചുകൊണ്ടൊന്ന് നിർത്താൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ്. മച്ച് ബെറ്റർ ഹെൽത്തിലേക്ക്, അതായത് ഈ 3-4 മരുന്നുണ്ടെങ്കിലും പലരും വളരെ അൺകംഫർട്ടബിൾ ആയിട്ടാണ് ജീവിക്കുന്നത്. അത് മാറി അവരുടെ കംഫർട്ട് ലെവൽ വളരെ ഫാസ്റ്റായിട്ട് തന്നെ മാറുന്നു എന്നുള്ളതാണ്. ശരിക്കും ഈ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് അതിലത്തെ ഒരു ടൈപ്പാണെന്നാണ്. ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് ഈ ജോയിൻ്റായിട്ട് ബന്ധപ്പെട്ട വേദനകളെ പറ്റി പൊതുവെ അങ്ങനെയാണ് കാണുന്നത്. അപ്പം ഈ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്, അതായത് ഈ വാദം എന്ന് പറയുന്നത് തന്നെ ഏതൊക്കെ ടൈപ്പാണുള്ളത്? അത് ടൈപ്പ് എന്ന് പറയുമ്പോൾ ഇപ്പം കഴുത്തിന് വരുന്നത് വേറെ, കാലിന് വരുന്നത് വേറെ, അങ്ങനെയാണോ? അല്ലെങ്കിൽ അതിൻ്റെ ആ ഉത്ഭവം തന്നെ വേറെയാണോ? ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജോയിൻസ്, സന്ധികളെ ബാധിക്കുന്ന രോഗങ്ങളെ, വേദന വരുത്തുന്നതിനൊക്കെ ആർത്രൈറ്റിസ് എന്ന് പറയും. വേദന അതാണല്ലോ നമുക്കെപ്പോഴും വേദനയാണല്ലോ പലപ്പോഴും നമ്മളെ രോഗിയാണെന്ന് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്നത്. വേദനയോ പനിയോ അല്ല ചുമപ്പ് നിറോ തടുപ്പോ ഒക്കെ വരുമ്പോഴാണ് നമ്മൾ അത് ചിന്തിക്കുന്നത്. അപ്പം ജോയിൻറ്റിൻ്റെ കാര്യത്തിൽ ജോയിൻറ്റിൽ അത്ര അധികം പെയിൻ റിസപ്റ്റേഴ്സ് ഉണ്ട്, അതുകൊണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് പെയിൻ ഫീൽ ചെയ്യും. അപ്പം ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞ് ജോയിൻറ്റിന് ഇൻഫ്ലമേഷൻ വന്നു എന്നാണ്. അത് ബാക്ടീരിയ അല്ലെ വൈറസ് കൊണ്ടുള്ള ഇൻഫെക്ഷൻ കൊണ്ടുവരാം. പിന്നെ ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്, അതാണ് നമ്മൾ റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. ഈവൻ റുമാറ്റിക് ഫീവർ, നമ്മൾ ഈ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ്റെ ഒരു സെക്കൻഡറി ഇതായിട്ട് വരുന്നതാണ് റുമാറ്റിക് ഫീവർ വരും. അപ്പോൾ അതിലും ജോയിൻറ്റിലായിരിക്കും വേദന വരുന്നത്. ജോയിൻറ്റിന് വേദന വരും, അതുകൂടാതെ പനി ഉണ്ടാകും. അപ്പോൾ അതിന് റുമാറ്റിക് ഫീവർ എന്ന് പറയും. പിന്നെ ഈ സോറിയാസിസ്, നമ്മുടെ സ്കിന്നിൽ ഈ പൊളിഞ്ഞൊക്കെ വരുന്ന ഒരുതരം അസുഖങ്ങൾ വരും, അതിന് സോറിയാസിസ് എന്ന് പറയും. അതിൻ്റെ കൂടെ വരുന്ന ആർത്രൈറ്റിസിന് നമ്മൾ സോറിയാറ്റിക് ആർത്രൈറ്റിസ് എന്ന് പറയും. പിന്നെ ഉള്ളതൊരു ഗൗട്ടി ആർത്രൈറ്റിസാണ്. ഗൗട്ട് എന്ന് പറയുന്നത്, അതായത് യൂറിക് ആസിഡ് കൂടുക എന്നല്ല അതിനകത്ത് വരുന്നത്. യൂറിക് ആസിഡ് നമ്മളുടെ ജോയിൻറ്റിനകത്ത് ക്രിസ്റ്റൽസ് വരും, ഒരു മുള്ളു പോലെയുള്ള ക്രിസ്റ്റൽസ് അതിൻ്റെ വരുന്നത്. അത് ശരിക്കും അവിടെ നമ്മുടെ ഒരു ഇമ്മ്യൂണിറ്റിയിലെ പ്രോബ്ലം കൊണ്ടാണ്. അതായത് യൂറിക് ആസിഡ് ക്രിസ്റ്റൽസിന് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് മാറ്റാൻ പറ്റുന്നില്ല. അപ്പോൾ അത് അവിടെ ക്രിസ്റ്റൽ അടിഞ്ഞുകൂടി പെട്ടെന്ന് കയറി വേദന വരും. അത് സാധാരണ ഈ കൂടുതൽ പ്രോട്ടീൻ ഫുഡ് കഴിക്കുക, അതുപോലെ ആൽക്കഹോൾ കൂടുതൽ ഉപയോഗിക്കുക, കൂടുതൽ സ്വീറ്റ് ഉപയോഗിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴായിരിക്കും പെട്ടെന്ന് അത് കയറി വരുന്നത്. അത് ഓവർനൈറ്റ് ആയിരിക്കും ചിലപ്പോൾ അതിൻ്റെ ഇത് വരുന്നത്. പക്ഷേ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ഇച്ചിരി കൂടി പതുക്കെ ആയിരിക്കും വരുന്നത്. പിന്നെ ഉള്ളത് ഒരു ഓസ്റ്റിയോ ആർത്രൈറ്റിസാണ്. ഓസ്റ്റിയോ ആർത്രൈറ്റിസും റുമറ്റോയിഡ് ആർത്രൈറ്റിസും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുമ്പം, ഈ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ഈ ജോയിൻറ്റ് ക്യാപ്സ്യൂൾ, ഓരോ ജോയിൻറ്റിനെയും ചുറ്റി കുറേ ടെൻഡനും കുറേ മെമ്പറൈൻസും ഒക്കെ ഉണ്ട്. അതായത് ഒരു ജോയിൻറ്റ് ക്യാവിറ്റി കവർ ചെയ്തിരുന്നുണ്ട്, അതിന് ജോയിൻറ്റ് ക്യാപ്സ്യൂൾ എന്ന് പറയും. ഇതിനെയാണ് ഇൻഫ്ലമേഷൻ ബാധിക്കുന്നത്. പക്ഷേ അതേസമയത്ത് ഓസ്റ്റിയോ ആർത്രൈറ്റിസിലായിട്ട് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ആ ജോയിൻറ്റിൻ്റെ ഈ അറ്റത്തെ, ബോണിൻ്റെ അറ്റത്ത് കാർട്ടിലേജ് ഉണ്ടാകും, തരുണാസ്ഥി എന്ന് പറയും. ഈ തരുണാസ്ഥിയാണ് ബാധിക്കുന്നത്. നമ്മൾ സാധാരണ നമ്മളിപ്പം ഒരു ഗൂഗിളിലൊക്കെ നമ്മളൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ ഈ റുമറ്റോയിഡ് ആർത്രൈറ്റിസിനെ, സോറിയാറ്റിക് ആർത്രൈറ്റിസിനെയൊക്കെ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയും. മറ്റേ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് അല്ല എന്നുള്ള നിലയിലാണ് സാധാരണ നമ്മൾ കാണുന്നത്. ആക്ച്വലി അതും ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് തന്നെയാണ്, പക്ഷെ ബാധിക്കുന്നത് അതിൻ്റെ തരുണാസ്ഥി അല്ലെങ്കിൽ കാർട്ടിലേജിനെയാണ്. പിന്നെ റുമറ്റോയിഡ് ആർത്രൈറ്റിസിൽ വരുന്ന ഓട്ടോ ഇമ്മ്യൂൺ ആൻറ്റിബോഡീസ് ഒന്നും ഇതിനകത്ത് കാണണമെന്ന് നിർബന്ധമില്ല. അതാണ്. മറ്റതിനകത്ത് കുറേ ആൻറ്റി CCP, അതുപോലെ റുമറ്റോയിഡ് ഫാക്ടർ, ഇതൊക്കെ കൂടുതലുണ്ടാവും. മറ്റതിൽ വേറെ രീതിയിലാണ്. അതായത് എല്ലാം ഇമ്മ്യൂൺ സിസ്റ്റത്തെയാണ് ബാധിക്കുന്നത്. ശരിക്കും ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ പെർഫോമൻസിൽ വരുന്ന പ്രശ്നമാണ് ഇതെല്ലാം. പക്ഷേ സിംറ്റംസ് വേറെ വേറെ ആയിരിക്കും. ഈ ആർത്രൈറ്റിസിൻ്റെ കാര്യം പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇൻഫ്ലമേഷനാണ് ശരിക്കും ഈ ആർത്രൈറ്റിസിൻ്റെ
ബേസിൽ കിടക്കുന്ന കാര്യം. ഈ ഇൻഫ്ലമേഷൻ കാരണമാണ് വേദന വരുന്നത്, ഇൻഫ്ലമേഷൻ കാരണമാണ് തടിപ്പ് വരുന്നത്, ഇൻഫ്ലമേഷൻ കാരണമാണ് പല ബാക്കി ഫാക്ടേഴ്സ് വരുന്നത്. അപ്പം ഈ ഇൻഫ്ലമേഷൻ ഉണ്ടാവുന്നത് ഇപ്പോൾ ഇമ്മ്യൂണിറ്റിയുടെ ബാലൻസ് കുറവ് കൊണ്ടാണ് എന്ന് പറഞ്ഞല്ലോ. ഈ ഇൻഫ്ലമേഷൻ ഉണ്ടാവുന്ന സാഹചര്യം അത് കൺട്രോൾ ചെയ്യുന്നതാണോ മരുന്നുകൾ ചെയ്യുന്നത്? അത് എങ്ങനെയാണ് ഇത് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നത്? നമ്മൾ മരുന്ന് കൊടുക്കുമ്പോൾ, അതായത് റുമറ്റോളജിസ്റ്റ് കൊടുക്കുന്ന മരുന്നുകൾ, അതിനകത്ത് പെയിൻ കില്ലേഴ്സ് വരും, NSAID എന്ന് പറയുന്നതിന്. നെക്സ്റ്റ് വരുന്നത് DMRDs എന്ന് പറയുന്നതാണ്. പിന്നെ സ്റ്റിറോയിഡ്സ്. ഇതെല്ലാം ഇമ്മ്യൂണിറ്റിയെ സപ്രസ് ചെയ്യുക, ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ സപ്രസ് ചെയ്യുക. അത് നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ കൺട്രോൾ ചെയ്യുന്നത് നമ്മൾ കഴിക്കുന്ന, ശരിക്കും നമ്മൾ ആരും ചിന്തിക്കുകയല്ല, നമ്മൾ കഴിക്കുന്ന കൊഴുപ്പാണ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ കൺട്രോൾ ചെയ്യുന്നത്. അതിൽ തന്നെ omega-3, omega-6 രണ്ട് തരം കൊഴുപ്പുണ്ട്. ഈ omega-3 omega-6 ഒരു വൈറ്റമിൻ പോലെയാണ് പ്രവർത്തിക്കുന്നത്. അതിന് നമ്മുടെ ബോഡിക്ക് അത് ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷെ അതിൻ്റെ ബേസ് ഫോം കിട്ടിയാൽ അതിൻ്റെ ഹയർ ഫോമിലേക്ക് ഉണ്ടാക്കാൻ പറ്റും. അതിൽ ഇപ്പം നമ്മൾ omega-3 എന്ന് പറയുന്നത് DHA, EPA എന്ന് പറയുന്ന രണ്ട് ആണ് ഹയർ ഫോം അതിൻ്റെ വരുന്നത്. omega-6ൻ്റെ ഹയർ ഫോമാണ് അരക്കിഡോണിക് ആസിഡ്. ഇത് രണ്ടും ഇമ്മ്യൂൺ സിസ്റ്റത്തിനും നമ്മുടെ ബ്രെയിനിൻ്റെ വർക്കിനും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. പക്ഷെ നമ്മൾ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ അരക്കിഡോണിക് ആസിഡ് അല്ലെങ്കിൽ omega-6 ഇൻഫ്ലമേറ്ററിയാണ്. അതാണ് നമ്മളുടെ ഈ പ്രതിരോധത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതേസമയത്ത് EPA, DHA, omega-3 ഇതാണ് നമ്മുടെ ഹീലിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. ഇതൊരു ബാലൻസിൽ പോകുമ്പോഴാണ് നമ്മുടെ ഹെൽത്ത് നോർമലായിരിക്കുന്നത്. നമ്മൾ ആ ഇൻഫ്ലമേഷനും വേണം, ആൻറ്റി ഇൻഫ്ലമേഷനും വേണം. നമുക്കൊരു ബാക്ടീരിയ ഒക്കെ വന്ന് നമ്മളെ വൈറസ് വന്ന് നമ്മളെ അറ്റാക്ക് ചെയ്യുമ്പോൾ ആ സെല്ലിനെ മാറ്റി പുതിയതുണ്ടാക്കണം. അപ്പോൾ ആ പുതിയതുണ്ടാക്കലും ഡാമേജിനെ കറക്റ്റ് ചെയ്യുന്നത് വർക്ക് മൊത്തം നടത്തുന്നത് omega-3 ബേസ്ഡ് ആയിട്ടാണ്. അപ്പം ഇതിൻ്റെ ബാലൻസ് തെറ്റുമ്പോഴാണ്, അതായത് ഈ ആൻറ്റി ഇൻഫ്ലമേറ്ററി അല്ലെ ഹീലിംഗ് ആക്ടിവിറ്റി കുറയുകയും ഇൻഫ്ലമേഷൻ അഥവാ ഈ അറ്റാക്ക് ഡിഫൻസ് മോഡ് കൂടുകയും ചെയ്യുമ്പോഴാണ് ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത്. അപ്പം എല്ലാ രോഗങ്ങളിലും സംഭവിക്കുന്ന ഇൻഫ്ലമേഷൻ കൂടുക. അപ്പം ആ ഇൻഫ്ലമേഷൻ കൂടുന്നതിനൊപ്പം ആൻറ്റി ഇൻഫ്ലമേഷനും വരുവാണെങ്കിൽ നമുക്കത് മാച്ചായി പോയിക്കൊണ്ടിരിക്കും. അവിടെയാണ് ഹെൽത്തിൻ്റെ ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് കറക്റ്റ് ചെയ്തുകൊണ്ട് പോകാം. അപ്പം നമ്മൾ ഇന്ന് ഈ കാണുന്ന രോഗങ്ങൾക്കെല്ലാം ഇൻഫ്ലമേറ്ററിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ മരുന്നുകളാണേലും ആൻറ്റി ഇൻഫ്ലമേറ്ററിയാണ്. ശരിക്കും omega-6നെ ബ്ലോക്ക് ചെയ്യുന്ന മരുന്നുകളാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന മരുന്നുകളിലെല്ലാം തന്നെ. ആൻറ്റിബയോട്ടിക്സും വൈറ്റമിൻസും മിനറൽസും അങ്ങനെയുള്ള സപ്ലിമെൻറ്റ്സ് അല്ല, അല്ലാത്ത മരുന്നുകളായിട്ടുള്ളതെല്ലാം ആസ്മയുടെ മരുന്നാണേലും പ്രഷറിൻ്റെ മരുന്നാണേലും ഒക്കെ ഈ ഇൻഫ്ലമേഷനെ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഈ മരുന്നെല്ലാം ഇൻഫ്ലമേഷനും ആൻറ്റി ഇൻഫ്ലമേഷനും നടക്കുന്ന ഒരു പാരലായിട്ടാണ്. അതായത് C20 കാർബൺ എന്ന് പറയും. ബേസിക്കലി ഇതെല്ലാം ഈ ഫാറ്റ് എന്ന് പറയുന്നത് കാർബൺ പ്ലസ് ഹൈഡ്രജൻ ആണല്ലോ. അപ്പം ഇതിനെ ബ്ലോക്ക് ചെയ്യുകയാണ് ഈ മരുന്നുകളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ ഈ ഹീലിങ്ങിനെയും കൂടെ ബ്ലോക്ക് ചെയ്യും. അപ്പം അതുകൊണ്ട് നമ്മളുടെ ഹീലിംഗ് ആക്ടിവിറ്റി, നമ്മൾ മരുന്ന് കൂടുതൽ എടുക്കുമ്പോൾ നമ്മളുടെ ഹീലിങ്ങും കൂടെ കുറഞ്ഞു പോകും. അതുകൊണ്ടാണ് പലപ്പോഴും ഈ ലോങ് ടൈം റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് പേഷ്യൻ്റ് ലോങ് ടൈം മെഡിസിൻ എടുക്കുമ്പോഴേക്കും അവർ വളരെ വീക്കായി പോകാനുള്ള കാരണം അതാണ്. ഇൻഫ്ലമേഷനെ തടസ്സപ്പെടുത്താനായിട്ട് ആണ് മിക്ക മരുന്നുകളും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ മിക്ക മരുന്നുകളും അതിന് യൂസ് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ആരോഗ്യം തിരിച്ചു പിടിക്കാനായിട്ടുള്ള ഹീലിംഗ് ആ സൈഡും തടസ്സപ്പെടും. അപ്പോൾ ഈ കാരണം കൊണ്ടാണോ പൊതുവെ പലർക്കും ഈ ആർത്രൈറ്റിസ് മരുന്നുകൾ ഇങ്ങനെ ജീവിതകാലം മുഴുവൻ കഴിക്കണം എന്നുള്ള ഒരു ചിന്ത തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്? എന്താണെന്ന് വെച്ചാൽ അവരുടെയൊക്കെ പേടി ഇത് കുറച്ച് നാൾ കഴിക്കുമ്പോൾ വേറെ കോംപ്ലിക്കേഷൻ വരും, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ കയറി പിടിക്കും, അല്ലെങ്കിൽ അങ്ങനത്തെ ഇഷ്യൂസൊക്കെ പലരും പറയുന്നുണ്ടല്ലോ. അതുകൊണ്ടാണോ ഇങ്ങനെ ഒരു ഫിയറിൻ്റെ കാരണം? നമ്മൾ ഏത് മരുന്നിനും സൈഡ് ഇഫക്റ്റ് ഉണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ മാനിപ്പുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റിയെ മരവിപ്പിക്കുകയാണ് ഈ മരുന്നുകളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇമ്മ്യൂണിറ്റിയെ മരവിപ്പിക്കുന്നതിൻ്റെ പ്രശ്നങ്ങളും വരും. അതുപോലെ മറ്റ് സൈഡ് ഇഫക്റ്റ് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന റുമറ്റോളജിസ്റ്റ് ഉപയോഗിക്കുന്ന HCQ. അപ്പം മിക്കവാറും റുമറ്റോളജി പേഷ്യൻസിനെല്ലാം അറിയാം. അതിൻ്റെ ഒരു മെയിൻ സൈഡ് ഇഫക്റ്റ് എന്താ? നമ്മുടെ കാഴ്ചയെ ബാധിക്കും. നമ്മൾ അറിയേയില്ല, കാഴ്ച പോയി കഴിയുമ്പോൾ അറിയുള്ളൂ. അപ്പോൾ അത് ബാധിക്കുന്നുണ്ടോ എന്നറിയാൻ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ അത് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് നിർത്താനേ പറ്റുള്ളൂ, പിന്നെ അടുത്ത മരുന്നിലേക്കാണ് പോകാനേ പറ്റുള്ളൂ.
പിന്നെ ഒരു ടുഫാസിനിബ് എന്ന് പറഞ്ഞൊരു മരുന്നുണ്ട്. അതാണ് വേറെ ഒരെണ്ണം വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മരുന്നാണ് ഞാൻ പറയുന്നത്. ഈ ടുഫാസിനിബ് യൂസ് ചെയ്യുന്ന ഇപ്പം പലപ്പോഴും പേഷ്യൻസിന് റിപ്പീറ്റഡ് ഇൻഫെക്ഷൻസ് വരാൻ തുടങ്ങും. അപ്പം അങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് ഇൻഫെക്ഷൻ വരാൻ തുടങ്ങി കഴിയുമ്പോൾ പിന്നെ അവർക്ക് നിർത്താനേ പറ്റുള്ളൂ. പിന്നെ പല രീതിയിലുള്ള ചിലർക്ക് ഈ ലിവർ എൻസൈംസ് കൂടാൻ തുടങ്ങി. ഇതൊക്കെ ലിവറിനെ ലങ്സിനെ ഒക്കെ ബാധിക്കാം ലോങ് ടൈം. ഈ ലങ്സിനെയൊക്കെ ബാധിക്കുന്ന നമുക്ക് ടെസ്റ്റ് പോലും ചെയ്യാൻ പറ്റില്ല. ലങ്സിന് ശ്വാസം മുട്ടലും ചുമയൊക്കെ വരുമ്പോഴാണ്, അതായത് ലങ്സിൻ്റെ ഒരു ഇൻഡസ്ട്രീഷ്യൽ ഫൈബ്രോസിസ് എന്ന് പറയുന്നതുണ്ട്. അത് വന്നു കഴിയുമ്പോൾ നമ്മൾ അറിയില്ല. അതേസമയത്ത് ലിവറിനെ ബാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ലിവർ എൻസൈംസും ലിവർ ഫംഗ്ഷനും നോക്കിക്കൊണ്ടിരുന്നാൽ മതി. ഇതുപോലെ കിഡ്നിയെ ബാധിക്കാം. പിന്നെ വേറൊരു വെരി കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മരുന്നാണ് മെത്തോട്രെക്സേറ്റ് എന്ന് പറയുന്നത്. മെത്തോട്രെക്സേറ്റ് അത് പലപ്പോഴും ഏറ്റവും അത് ഡേഞ്ചറസ് ആകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആഴ്ചയിൽ ഒന്ന് കഴിക്കാനുള്ള മരുന്നാണ്. ഈ പേഷ്യൻസ് വല്ലതും അറിയാതെ എടുത്ത് ഡെയിലി കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ ലിവറും അതുപോലെ ബോൺ മാരോ, നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ബേസ് ഇരിക്കുന്ന എവിടെയാണ്? ബോൺ മാരോയ്ക്കകത്താണ്. ഏറ്റവും പ്രൊട്ടക്റ്റഡ് ആയിട്ട് വെച്ചിരിക്കുന്നതാണ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ. അത് ബോണിനകത്ത് സേഫ് ഗാർഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ബോൺ മാരോയ്ക്കകത്താണ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം സെൽസൊക്കെ ഉണ്ടാകുന്നത്. അതിനെ സപ്രസ് ചെയ്യുക, അതിൻ്റെ ആ ഇമ്മ്യൂൺ സിസ്റ്റം സെല്ലിനെ ഉണ്ടാക്കുന്നത് തന്നെ ബ്ലോക്ക് ചെയ്യുക. ഇമ്മ്യൂൺ സെൽസ് നമ്മൾ WBC എന്ന് പറയും, ലിംഫോസൈറ്റ്സ് എന്ന് പറയും, അതിനകത്തു നിന്നാണ് ആൻറ്റിബോഡിയൊക്കെ ഉണ്ടാകുന്നത്. അതിൻ്റെ പ്രൊഡക്ഷൻ, അതായത് ഈ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൽ ഈ നെഗറ്റീവായിട്ട് നമുക്ക് വേദനയൊക്കെ വരാൻ കാരണം ഈ WBCയും ലിംഫോസൈറ്റ്സും അതുപോലെ ആൻറ്റിബോഡിയൊക്കെയാണ്. അതുപോലെ ല്യൂക്കോസൈറ്റ്സ്, ല്യൂക്കോട്രിൻസ് എന്നൊക്കെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതിനെയൊക്കെ ഉണ്ടാക്കലേ തന്നെ അങ്ങ് ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതാണ് ഈ മെത്തോട്രെക്സേറ്റ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ ഈ ഫാസ്റ്റ് ഡിവൈഡിങ് സെൽസ് എല്ലാത്തിനെയും ബ്ലോക്ക് ചെയ്യും. ശരിക്കും മെത്തോട്രെക്സേറ്റ് ഒരു ക്യാൻസറിന് വേണ്ടിയിട്ടും കൂടി ഉപയോഗിക്കുന്നത്. അത് ആ ക്യാൻസറിൻ്റെ മരുന്നായിരുന്നു. പിന്നെ ഒരു 10-25 വർഷം ആയിട്ടുള്ളൂ അത് നമ്മൾ ഈ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിനും സോറിയാസിസിനും ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. അത് കഴിക്കുന്ന പേഷ്യൻസ് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ആഴ്ചയിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ 2 ദിവസമോ ഒക്കെ ആയിരിക്കും കഴിക്കാൻ പറയുന്നത്. അത് കൂടുതൽ കഴിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ വളരെ ഡേഞ്ചറസ് ആണ്. ഇമ്മ്യൂൺ സിസ്റ്റം സപ്രസ്ഡ് ആയി ഇൻഫെക്ഷൻസോ അങ്ങനെ വന്ന് മരണപ്പെടാൻ പോലും സാധ്യതയുണ്ട്. ഇമ്മ്യൂൺ സെൽസ് മാത്രമല്ല, WBCസും RBCസിനെയും കുറച്ച് കളയും. പലപ്പോഴും പല ആർത്രൈറ്റിസ് പേഷ്യൻറ്റിന് അനീമിക് ആയിരിക്കും. അത് ആ അസുഖത്തിൻ്റെ ഭാഗം അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെയും കൂടെ ബാധിക്കുന്നുണ്ടെന്നുള്ളതാണ്. അതിൻ്റെ കൂടെ നമ്മൾ ഈ മരുന്നുകളെല്ലാം നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ബാധിക്കും. അങ്ങനെ അനീമിയ വരാൻ രക്തക്കുറവ് വരാനുള്ള സാധ്യതയുണ്ട്. ഒരു റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഇതേപോലെ മരുന്നുകളൊക്കെ കഴിക്കുന്ന പേഷ്യൻ്റ്, ആ പേഷ്യൻ്റ് ഈ പറഞ്ഞ ജീവിതശൈലി കറക്ഷൻ ക്ലിനിക്കലി സൂപ്പർവൈസ്ഡ് ആയിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ എങ്ങനെയാണത് ചെയ്യുക? ഞാൻ കൂടുതലും റുമറ്റോളജി ഡോക്ടേഴ്സിൻ്റെ കീഴിൽ വർഷങ്ങളായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നവരോ അല്ലെങ്കിൽ റീസെൻ്റ്ലി പോയി ട്രീറ്റ്മെൻറ്റ് തുടങ്ങി അവർ അതിൽ പലപ്പോഴും റുമറ്റോളജി പേഷ്യൻസിന് നല്ല സിംറ്റമാറ്റിക് റിലീഫ് കിട്ടാറില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അങ്ങനെ വരുന്ന പേഷ്യൻസ്, ഞാൻ അതിനൊരു എക്സാമ്പിൾ തന്നെ പറയാം. പേഷ്യൻറ്റിൻ്റെ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം റീസെൻ്റ്ലി ഉള്ള ഒരു പേഷ്യൻറ്റ് പറയുകയാണെങ്കിൽ, ഇവർ 13 വർഷമായിട്ട് ആർത്രൈറ്റിസ് ഉണ്ട്. അവർ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന മരുന്നുകൾ, ഇപ്പം ഈ ആക്ച്വലി ഈ ദിവസങ്ങളിൽ വന്നൊരു പേഷ്യൻ്റാണ്. ഡെഫ്സ എന്ന് പറയുന്നത്, ഡെഫാക്കോട്ട് എന്ന് പറയുന്ന ഒരു സ്റ്റിറോയിഡ് മരുന്നാണ്. അത് ദിവസം 3 ടാബ്ലറ്റ് രാവിലെ എടുക്കുന്നുണ്ട്. പിന്നെ സെസോ എന്ന് പറഞ്ഞ് സൾഫാസെലസിൻ എന്ന് പറഞ്ഞൊരു മരുന്നാണ്. അത് 500 മില്ലിഗ്രാം രാവിലെയും വൈകുന്നേരം 1.5 വെച്ച് കഴിക്കുന്നുണ്ട്. പിന്നെ HCQ ഉണ്ട് 400 മില്ലിഗ്രാം 2 നേരം. കൂടാതെ മെത്തോട്രെക്സേറ്റ് 7.5 മില്ലിഗ്രാം വീക്ക്ലി വൺസ് കഴിക്കുന്നുണ്ട്. ഫോളിക് ആസിഡ് ഉണ്ട്. പിന്നെ കുറച്ച് മൾട്ടിവൈറ്റമിൻസിൻ്റെ കാൽഷ്യം അങ്ങനത്തെ ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട്. അപ്പം ഇപ്പോൾ അവർക്ക് വീണ്ടും ഡോസ് കൂട്ടേണ്ടി വരും. ഇപ്പം 1-2 മാസം ആയുള്ളൂ ഇത്രയും ടാബ്ലറ്റിലേക്ക് വന്നിട്ട്. ഡെഫാക്കോട്ടൊക്കെ 6 മില്ലിഗ്രാം 3 വെരി ഹൈ ഡോസാണ്. അപ്പം അവർക്ക് എന്നിട്ടും അവർ ഭയങ്കര സിംറ്റമാറ്റിക്കാണ്. ഓൾറെഡി ഡിഫോമിറ്റി ഉണ്ട്, ബ്രസ്റ്റൊക്കെ നീർക്കിട്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെയാണ് ഒരു പേഷ്യൻറ്റിൻ്റെ സിറ്റുവേഷൻ. ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്. ഇപ്പം ഇത്രയും മരുന്നുകൾ കഴിക്കുന്നുണ്ട്, 13 വർഷമായിട്ട് അറിയാം. പിന്നെ ഇപ്പോൾ അവർക്ക് ആദ്യം അറിയുമ്പോൾ അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ SLE ആണ്, സിസ്റ്റമിക് ലൂപ്പസ് എറിത്തമെറ്റോസിസ് എന്നായിരുന്നു. ആൻറ്റി ന്യൂക്ലിയർ ആൻറ്റിബോഡി പോസിറ്റീവായിരുന്നു. അത് കഴിഞ്ഞ് അങ്ങനെ ജോയിൻറ്റ് പെയിനും ഒക്കെ വന്നപ്പം അവർക്ക് സിസ്റ്റമിക് ആയിട്ടും, അതായത് മറ്റ് ഓർഗൻസിനെയും അവർക്ക് ബാധിക്കാം. പിന്നെ ഇപ്പം ജോഗ്രൻ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ നമ്മൾ വായൊക്കെ ഡ്രൈ ആകുക, കണ്ണ് ഡ്രൈ ആകുക, അതായത് നമ്മൾ ഗ്ലാൻഡുകളെ, അതായത് നമുക്ക് ഈ സലൈവ ഉണ്ടാക്കുന്ന ഗ്ലാൻഡ്, കണ്ണുനീരുണ്ടാക്കുന്ന ഗ്ലാൻഡ്, ഇതിനെയും കൂടി എഫക്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്.
അപ്പോൾ ഇതാണ് അവരുടെ കാര്യം. അവർ 13 വർഷമായിട്ട് റുമറ്റോളജി ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുക്കുന്നുണ്ടെങ്കിലും ഡിസീസ് പ്രോഗ്രസ് ചെയ്യുന്നുണ്ട്. മരുന്നൊന്നും എടുത്തില്ലായിരുന്നു ഇതിലും അവർക്ക് മാനേജ് ചെയ്യാൻ തന്നെ പറ്റില്ലായിരുന്നു. മരുന്ന് എടുക്കുന്നതുകൊണ്ട് ഗുണമില്ലെന്നല്ല, മരുന്ന് എടുക്കരുതെന്നല്ല ഞാൻ പറയുന്നത്. മരുന്നുള്ളത് കൊണ്ടാണ് അവരിങ്ങനെ വലിയ അങ്ങ് ഫിക്സഡ് ഒക്കെ ആയിപ്പോയി ഡിഫോമിറ്റി അത്രയും വരാതിരിക്കുന്നത്. മരുന്ന് എടുക്കുന്നതിൻ്റെ ഡെഫിനറ്റ്ലി ബെനിഫിറ്റ് ഉണ്ട്, പക്ഷെ മരുന്ന് എടുക്കുന്നുണ്ടെങ്കിലും ഡിസീസ് പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സാഹചര്യത്തിലാണ് നമ്മൾ യൂഷ്വലി ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ നമ്മൾ കൊടുക്കുക. യൂഷ്വലി ഈ മരുന്ന് ഒരു യൂഷ്വലി നമ്മൾ കാണുന്ന 2-3 ആഴ്ച വരുമ്പോൾ തന്നെ പേഷ്യൻ്റ് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആകും. യൂഷ്വലി സെക്കൻഡ് വീക്ക് മുതൽ തന്നെ നമ്മൾ പതുക്കെ ഡോസസ് കുറച്ച് ഈ മരുന്നുകളുടെ ഡോസ് കുറയ്ക്കാൻ പറ്റാറുണ്ട്. വിതിൻ 3 months മിക്കവാറും മരുന്ന് നമുക്ക് ഓൾമോസ്റ്റ് ഓവർകം ചെയ്യാൻ പറ്റാറുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാലും എല്ലാം അതോടെ രോഗമൊന്നും മാറിയെന്നല്ല, നമ്മളത് മാനേജ് ചെയ്യാൻ പഠിക്കണം. അപ്പോൾ എപ്പോഴെങ്കിലും നമ്മുടെ ജീവിതശൈലി തെറ്റുമോ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ വരുമോ അല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷൻ വരുമോ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം വരാം. അപ്പം നമ്മൾ വീണ്ടും ലൈറ്റായിട്ട് ഇത്രയും സ്ട്രോങ് മെഡിസിൻസ് ഒന്നും എടുക്കേണ്ട വരികയല്ല, വളരെ ലൈറ്റായിട്ടുള്ള ആൻറ്റി ഇൻഫ്ലമേറ്ററി മെഡിസിൻസ് എടുക്കുക. ആ സിറ്റുവേഷൻ കവർ ചെയ്ത് കഴിയുമ്പോഴേക്കും ഇപ്പം ലൈഫ് സ്റ്റൈൽ തെറ്റുമ്പോഴോ അല്ലെങ്കിൽ സ്ട്രെസ് വരുമ്പോഴോ ആണ്, ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമാണ് ഈ സ്ട്രെസ്സൊക്കെ. അപ്പോൾ ആ സിറ്റുവേഷൻ ഓവർകം ചെയ്ത് കഴിയും വീണ്ടും റിവേർട്ടും മരുന്നില്ലാത്ത സ്റ്റേജിലേക്ക് പോവുക. അങ്ങനെയാണ് നമ്മൾ പേഷ്യൻസിനെ മാനേജ് ചെയ്യുന്നത്. അപ്പം മരുന്നിൻ്റെ സൈഡ് എഫക്റ്റും കുറയ്ക്കാം, പേഷ്യൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഒത്തിരി ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്യും. ശരിക്കും ഇപ്പം ഈ ആമവാദം ഉള്ളവർക്ക് സാധാരണഗതിയിൽ അവർക്ക് കുറച്ച് ഈ പറഞ്ഞ മൂവ്മെൻറ്റ് റെസ്ട്രിക്ഷൻസ്, പിന്നെ മെൻ്റലി കുറച്ച് സ്ട്രെസ്ഫുൾ ആയിട്ടും ഡിപ്രസ്ഡ് ആയിട്ടും ഒക്കെ വരാനുള്ളൊരു സാധ്യത, പിന്നെ അവർക്ക് എപ്പോഴും ഒരു ഫിയറാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ വേദനയും കാര്യങ്ങളും അങ്ങനത്തെ ഇഷ്യൂസ്. അപ്പോൾ ഈ പേഷ്യൻസ് പക്ഷേ സാധാരണ പറയുന്നതനുസരിച്ച് അവർക്ക് എല്ലാം വേറെയും ജീവിതശൈലി അസുഖങ്ങൾ ഇതിൻ്റെ ഒപ്പം ഉണ്ടാവുന്നതാണ്. അപ്പോൾ അങ്ങനെ വേറെ ജീവിതശൈലി അസുഖങ്ങളുണ്ടെങ്കിൽ ഇപ്പം ഡയബറ്റീസോ പ്രഷറോ അല്ലെങ്കിൽ കൊളസ്ട്രോളോ ഹാർട്ടിൻ്റെ ഇതോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അത് ശരിക്കും ഈ ആമവാദത്തിനെ ബാധിക്കുമോ, അല്ലെങ്കിൽ അങ്ങനെ വരുമ്പോഴത്തേക്കും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ആമവാദത്തിനെ ബാധിക്കുമോ, അല്ലെങ്കിൽ ഈ ജീവിതശൈലി കറക്ഷൻ ഊന്നിയ ട്രീറ്റ്മെൻ്റ് ആണെങ്കിൽ അങ്ങനെയുള്ള അസുഖങ്ങൾക്ക് എന്താണ് മെച്ചം? ഈ നമ്മുടെ ആമവാദം ഉള്ള പേഷ്യൻ്റ് അവർക്ക് എടുക്കുന്ന സ്റ്റിറോയിഡ്സ് ഒക്കെ അല്ലേ, അവർക്ക് നാച്ചുറലി ഇപ്പം കുറച്ച് നാളാകുമ്പോഴേക്കും ഡയബറ്റീസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അവർക്ക് വെയിറ്റ് ഗെയിൻ വരും. ബേസിക്കലി ആമവാദത്തിൻ്റെ പേഷ്യൻ്റ് സ്റ്റിറോയിഡ് മരുന്ന് ഈ ഡെഫക്കോട്ടൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നവരെല്ലാം തന്നെ വെയിറ്റ് കൂടും. പിന്നെ ഡയബറ്റീസ് വന്നു കഴിഞ്ഞാൽ ഡയബറ്റീസിൻ്റെ മരുന്നുകൾ കഴിക്കാൻ തുടങ്ങും, വീണ്ടും വെയിറ്റ് കൂടും. പിന്നെ ഈ പേഷ്യൻസിന് എല്ലാവർക്കും തന്നെ ഉണ്ടാകും കുറച്ചൊരു ഡിപ്രഷനോ ആങ്സൈറ്റിയോ ഇങ്ങനെ ഉണ്ടാകും. അപ്പോൾ അതിന് പലരും അതിനുള്ള മരുന്നോടെ എടുക്കുന്നത്. ഇതെല്ലാം വെയിറ്റ് കൂടിക്കൊണ്ടിരിക്കും. പിന്നെ അത് മാത്രമല്ല അവർക്ക് വേദനയാണല്ലോ, അതുകൊണ്ട് അത് കുറയ്ക്കാനും ഇതും പറ്റും. ഇപ്പം ഞാനതിന് ഇപ്പം ഇങ്ങനത്തെ പേഷ്യൻറ്റിൻ്റെ ഒരു എക്സാമ്പിൾ ഞാനൊരു പേഷ്യൻ്റ് ഇത് വെച്ച് തന്നെ പറയാം. ഇത് 72 വയസ്സുള്ള ഒരു ലേഡിയാണ്, 153 സെൻറ്റിമീറ്റർ പൊക്കം, 60 കിലോ ആണ് അവർക്ക് തൂക്കം. അവർക്ക് ഡയബറ്റിസ് ഉണ്ട്, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉണ്ട്, അതുകൂടാതെ ഓസ്റ്റിയോ ആർത്രൈറ്റിസും ഉണ്ട്. മുട്ടിന് ഭയങ്കര നീരാണ്, നീർക്കെട്ടാണ്. അപ്പോൾ അവരുടെ വരുന്ന സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഉറങ്ങാൻ പോലും പറ്റില്ല, അത്രയ്ക്ക് ഡിസ്കംഫോർട്ടാണ്. രാത്രി കിടന്നിട്ടൊന്ന് ഉറങ്ങാൻ, അത് ഒന്ന് തിരിഞ്ഞു കിടക്കാൻ വെറുതെ കിടന്നാൽ പോലും ഭയങ്കര വേദനയാണെന്നാണ് പറയുന്നത്. അവർ ഒരു 10-13 മരുന്നുകൾ കഴിക്കുന്നുണ്ട്. അതിന് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിന് വേണ്ടി HCQ ഉണ്ട്, മിഥൈൽ പ്രെഡ്നിസോലോൺ ഉണ്ട്, ഫോളിട്രാക്സ് ഉണ്ട്, മെത്തോട്രക്സേറ്റ് ഉണ്ട്, ഫോളിക് ആസിഡ്, അതിൻ്റെ കൂടെ ഫോളിക് ആസിഡ് ഉണ്ട്, പിന്നെ വൈറ്റമിൻ ഡി, കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ അവർക്ക് ഹാർട്ട് പേഷ്യൻ്റാണ്, അതിന് വേണ്ടിയിട്ട് ഹാർട്ടിൻ്റെ വേണ്ടിയിട്ടുള്ള മരുന്നുകളുണ്ട്, ക്ലോപ്പിഡോഗ്രലുണ്ട്. പിന്നെ വയറിന് പ്രശ്നങ്ങളാണ് എപ്പോഴും ഈ മരുന്നുകളെല്ലാം കൂടെ കഴിക്കുമ്പോൾ ഇവർക്കെല്ലാം വയറിന് പ്രശ്നം ഉണ്ടാവും. ഇതുകൂടാതെ അമിട്രിപ്റ്റിൻ എന്ന് പറഞ്ഞൊരു സൈക്കാട്രിക് മെഡിസിൻസ് കഴിക്കുന്നുണ്ട്. പിന്നെ ഡയബറ്റീസിന് വേണ്ടിയിട്ട് 2-3 മരുന്ന്, മെറ്റ്ഫോമിൻ, ഗ്ലൈമിപ്രൈഡ്, ലിനാഗ്ലിറ്റി, ഇതെല്ലാം കഴിച്ചുകൊണ്ടിരുന്ന പേഷ്യൻ്റാണ്. ആക്ച്വലി ഈ പേഷ്യൻറ്റിന് നമ്മൾ വിതിൻ ഡയബറ്റീസ് മരുന്ന് ടൈപ്പ് 2 ഡയബറ്റീസ്, അപ്പോൾ നമ്മൾ ഇൻസുലിൻ്റെ അളവ് നോക്കും, ഇൻസുലിൻ നോർമലാണ്. ഇൻസുലിൻ നോർമലല്ല, ആക്ച്വലി ഈ പേഷ്യൻ്റ് ഇൻസുലിൻ കൂടുതലാണ്, 26 ഉണ്ട്. തുടങ്ങുമ്പോൾ തന്നെ ഡയബറ്റീസിൻ്റെ മരുന്ന് നമുക്ക് നിർത്താം. അപ്പോൾ തന്നെ വയറ് ഭയങ്കര ആശ്വാസമായി. ഈ മെറ്റ്ഫോമിന് 3 ഗുളികയാണ് ഫസ്റ്റ് ഡേ തന്നെ തീരുകയാണ്. നമ്മൾ ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷനിലേക്ക് വരുമ്പം റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉള്ള പേഷ്യൻറ്റിനാണെങ്കിലും അവരുടെ കൂടെയുള്ള രോഗങ്ങളും കൂടെ മാറും. അവരുടെ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിന് മാത്രമല്ല, കാരണം നമ്മളിപ്പോൾ ഒരു രോഗം വരുമ്പം ഡയബറ്റോളജിസ്റ്റ് ഇപ്പോൾ ഈ പേഷ്യൻറ്റിനെ സംബന്ധിച്ചിട്ട് കാർഡിയോളജിസ്റ്റിൻ്റെ ട്രീറ്റ്മെൻ്റ് ഉണ്ട്, ഡയബറ്റോളജിസ്റ്റിൻ്റെ ട്രീറ്റ്മെൻ്റ് ഉണ്ട്, റുമറ്റോളജിസ്റ്റിൻ്റെ ട്രീറ്റ്മെൻ്റ് ഉണ്ട്, പിന്നെ ഓർത്തോപെഡിഷന് ഇതിലും
ഓസ്റ്റിയോ ആർത്രൈറ്റിസിന് വേണ്ടി. ഓർത്തോപെഡിഷ്യൻ പറഞ്ഞിരിക്കുന്നത് അവർക്ക് മുട്ട് മാറ്റി വയ്ക്കണമെന്നാണ്, വേറൊരു മാർഗ്ഗമില്ല. പക്ഷേ ഇത്രയും പ്രായമുള്ള ഇത്രയും രോഗമുള്ള ഒരാൾക്ക് മുട്ട് മാറ്റി വയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സർജറി ഒന്നും താങ്ങാനുള്ള ശേഷി പോലും ഇല്ല. അപ്പം ഇവൻ നന്നായിട്ട് ഡെമെൻഷ്യ വന്നിട്ടുണ്ട്, ഓൾറെഡി ഒരു സ്ട്രോക്ക് പോലെ വന്നിട്ടുണ്ട്, പിന്നെ ഫാറ്റി ലിവർ ഗ്രേഡ് 2 ഉണ്ട്, പ്രഷറിന് വരുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഉള്ള പേഷ്യൻറ്റിന് വിതിൻ എ മന്ത് ഇവരുടെ എല്ലാ മരുന്നുകളും നമുക്ക് നിർത്താൻ പറ്റിയെന്നുള്ളതാണ്. അവർ വളരെ കംഫർട്ടബിളായി ഡെമെൻഷ്യ, അവർ ഒന്നും ചെയ്യാൻ പറ്റാതെ ഒരു നിലയിലിരുന്നവരും അവർ വീട്ടിൽ സാധാരണ അത്യാവശ്യം വീട്ടുകാര്യങ്ങളൊക്കെ ചെയ്യാവുന്നൊരു നിലയിലേക്ക് എത്തിയെന്നുള്ളതാണ് ഒരു 3 months കൊണ്ട്. അപ്പം അത്ര വ്യത്യാസമാണ്. അപ്പം നമ്മൾ ഈ റുമറ്റോളജി മാത്രമല്ല, റുമറ്റോളജി പോയിന്റ് ഓഫ് മാത്രമല്ല, എന്തൊക്കെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഉണ്ടോ അതിനെല്ലാം നമ്മൾ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് തിരിച്ച് ഒരു റിവേഴ്സൽ ഇഫക്റ്റാണ് കിട്ടുന്നത്. സോറിയാസിസ് പേഷ്യൻസ് ഇപ്പം 3-1 ഈ ആർത്രൈറ്റിസ് ആമവാദം ഡെവലപ്പ് ചെയ്യും എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പം അങ്ങനെ അവർ ഈ സോറിയാസിസ് പേഷ്യൻസ് ഈ ആമവാദം ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അവരിൽ ശരിക്കും സാധാരണ ഈ സ്കിന്നിൻ്റെ പുറത്തുള്ള സോറിയാസിസ് ആണെങ്കിൽ പൊതുവെ ധാരണ ലൈഫ് സ്റ്റൈലുമായിട്ട് അതിന് ബന്ധമൊന്നുമില്ല എന്നുള്ള രീതിയിലാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻസിൻ്റെ കേസിൽ ഈ ജീവിതശൈലി ക്രമീകരണമൊക്കെ എങ്ങനെയാണ് ഇഫക്റ്റീവ് ആവാൻ സാധ്യത? സോറിയാസിസ് നമ്മൾ ഈ ജീവിതശൈലി ക്രമീകരണത്തിൻ്റെ കാര്യം എടുക്കുമ്പോൾ സോറിയാസിസ് ആണേലും റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ആണേലും അതിൻ്റെ കൂടെ മറ്റ് ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ഉള്ള അതൊക്കെ മെറ്റബോളിക് ഡിസോർഡേഴ്സ് എന്ന് പറയും. അപ്പോൾ എത്ര ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉണ്ടല്ലോ, റുമറ്റോയ്ഡ്, സോറിയാസിസ്, റുമാറ്റിസം, ഇപ്പോൾ ചിലർക്ക് ഈ കണ്ണിനെ ബാധിച്ചിട്ടുണ്ടാകും. അങ്ങനത്തെ പേഷ്യൻറ്റിനെ ഞാൻ കണ്ടിട്ടുണ്ട്. യുവിഐറ്റിസ് എന്ന് പറയും. ഈ റുമാറ്റിസം തന്നെ കണ്ണിനെ ബാധിക്കാം. പിന്നെ ചിലപ്പോൾ അതുകൊണ്ട് മിക്കവാറും പേഷ്യൻസിന് കിഡ്നിയും ബാധിച്ചിട്ടുണ്ടാകും. ഈ IgA നെഫ്രോപ്പതി പോലെയുള്ള അതും വന്നിട്ടുണ്ടാകും. അപ്പോൾ മൾട്ടിപ്പിൾ പ്രോബ്ലംസ് ഉണ്ടാവും എന്നുള്ളതാണ്. മിക്കവാറും പേർക്കും കുറച്ചൊരു ലോങ് സ്റ്റാൻഡിങ് ആകുമ്പോഴേക്കും മൾട്ടിപ്പിൾ പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പോൾ അതിലും നമ്മളുടെ ട്രീറ്റ്മെൻറ്റ് വരുമ്പോൾ നമ്മൾ ഒരു ബോഡിയാണ് ട്രീറ്റ് ചെയ്യുന്നത്, നമ്മൾ ബോഡിയുടെ ബയോളജിയാണ് ട്രീറ്റ് ചെയ്യുന്നത്. അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ അത് ബാലൻസ്, ഇൻഫ്ലമേഷനും ആൻറ്റി ഇൻഫ്ലമേഷനും ബാലൻസ് ചെയ്യാനാണ് നോക്കുന്നത്. അതിൽ തന്നെ നമ്മൾ ഈ omega-6 മരവിപ്പിക്കാനാണ് ഈ മരുന്നെല്ലാം കൊടുക്കുന്നത്. അപ്പോൾ ഈ omega-3-6 ബാലൻസ് കറക്റ്റ് ചെയ്താൽ നേച്ചറിൻ്റെ ആ ഒരു പ്രകൃതിക്കൊരു നിയമങ്ങളുണ്ട്. അപ്പം ആ നിയമങ്ങൾ പാലിക്കപ്പെടാനായിട്ട് അത് നമുക്കിപ്പം ഓരോരുത്തർക്കും അറിയില്ല എന്താണ്, എത്ര omega-3 ഉണ്ട് ഈ ഫുഡിൽ, മറ്റേതിൽ എത്രയുണ്ട്, ഇതൊന്നും നമുക്ക് സാധാരണക്കാരന് അറിയാവുന്ന കാര്യമല്ല. അപ്പം ആ ബേസ് വെച്ച് പറഞ്ഞു കൊടുത്ത് മനസ്സിലാപ്പിക്കുക എന്നുള്ളതാണ് ഇതിൽ ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ സോറിയാറ്റിക് ആർത്രൈറ്റിസ് ഉള്ള ഒരു പേഷ്യൻറ്റിൻ്റെ കാര്യം പറയാം. ഇത് ഒരു 48 year ഉള്ള ലേഡിയാണ്. 158 centimeter ഹൈറ്റും 80 kilo ആണ് തൂക്കം. ആർത്രൈറ്റിസ് തുടങ്ങിയിട്ട് 16 വർഷമായി, സോറിയാസിസ് തുടങ്ങിയിട്ട് 8 വർഷമായി. പിന്നെ ഇപ്പോൾ തൈറോയിഡിലൊരു സ്വെല്ലിങ്ങും ഒരു സിസ്റ്റും ഒക്കെ കൂടെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇവർ മെത്തോട്രെക്സേറ്റ് എടുക്കുന്നുണ്ട്, ടൊഫാസിനിബ് എടുക്കുന്നുണ്ട്, ഡെഫാക്കോട്ട് എടുക്കുന്നുണ്ട്, പിന്നെ ഒരു ക്ലോബസ്ട്രിസോൾ ഓയിൻമെൻറ്റും എടുക്കുന്നുണ്ട്. അപ്പം ഇത്രയും മരുന്ന് എടുത്തിട്ടും ഒരു സിംറ്റം ഫ്രീ അല്ല. അവർക്ക് ഇത്രയും മരുന്നൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് അവരൊരു വർക്കിംഗ് ലേഡിയാണ്, അവർ മാനേജ് ചെയ്ത് പോകുന്നു. അപ്പോൾ അവരുടെ രോഗലക്ഷണങ്ങളിൽ അവരിപ്പോഴും എഴുതിയിരിക്കുക ഇതൊക്കെ ഉണ്ടെങ്കിലും ജോയിൻറ്റ് പെയിൻ ഉണ്ട്, സ്വെല്ലിംഗ് ഉണ്ട്, ജോയിൻറ്റ് വീർത്താണ് ഇരിക്കുന്നത്, ചൊറിച്ചിലുണ്ട്, സ്കിന്ന് ചൊറിച്ചിലാണ്, ഡിസ്കംഫോർട്ടാണ്, ഡിസ്കളറേഷൻ ഉണ്ട്, പലയിടത്തും ഡിസ്കളറേഷൻ ഉണ്ട്. അപ്പം ഇങ്ങനെ മൾട്ടിപ്പിൾ വെരി ടയേർഡാണ്. വൈകുന്നേരം ആകുമ്പോഴേക്കും അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഈ ടയേർഡ്നെസ് കാരണം അവർക്ക് ജോലി തന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു നിലയിലാണ് അവർ വരുന്നത്. ആക്ച്വലി അവർ ഓരോ വിസിറ്റ് വരുമ്പോഴേക്കും യൂഷ്വലി നമ്മൾ ഇനീഷ്യലി ഒരു വീക്ക്ലി ഫോളോ ചെയ്യും, അത് കഴിഞ്ഞ് പിന്നെ മന്ത്ലി ഫോളോ അപ്പ് ആണ്. അപ്പം വളരെ ഒരു ഡ്രാസ്റ്റിക് ഡിഫറൻസ് ആണ് വരുന്നത്. ഇതിനകത്ത് നമുക്ക് വെയിറ്റ് റിഡക്ഷനും കൂടെ വളരെ അത്യാവശ്യമാണ് വരുന്നത്. ഈ പേഷ്യൻ്റ് ആണെങ്കിലും ഇവർക്ക് പക്ഷേ ഈ പലർക്കും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റീറോയിഡ് ലോങ് ടൈം കഴിച്ചിട്ട് വരുന്ന വെയിറ്റ് കുറയാൻ ഇച്ചിരി കൂടി ഒരു സ്ലോ ആണ്. ഇവർക്കൊരു 3 മാസം കൊണ്ട് അവരൊരു വെയിറ്റ് റിഡക്ഷൻ മാത്രം കുറച്ച് കുറവായിരുന്നു ഈ പേഷ്യൻ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ വെയിറ്റ് റിഡക്ഷനും കൂടി കിട്ടുമ്പോഴാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ യൂഷ്വലി ഒരു 3 months കൊണ്ട് 20% വെയിറ്റ് റിഡക്ഷനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ പല ഈ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് പേഷ്യൻറ്റിനും ഇത് കിട്ടാറുണ്ട്, അത് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ പേഷ്യൻ്റ് സോറിയാസിസിൻ്റെ ലീഷനൊക്കെ 1 മാസം കൊണ്ട് തന്നെ നല്ല ക്ലിയറായി, സിംറ്റമാറ്റിക് റിലീഫ് എല്ലാം തന്നെ കിട്ടി. ഈവൻ ഈ അതിൻ്റെ മാർക്കേഴ്സ് ഉണ്ടല്ലോ, RA ഫാക്ടർ, ആൻറ്റി CCP, ഇതിനകത്തൊക്കെ ആണെങ്കിലും ആ ചേഞ്ച് കാണാൻ പറ്റും.
പക്ഷേ ചിലർക്ക് ആൻറ്റി-CCP ഒന്നും അത്ര പെട്ടെന്ന് കുറയണമെന്നില്ല. അത് ഓരോരുത്തരുടെ അനുസരിച്ചാണ്. പക്ഷേ സിംറ്റമാറ്റിക് റിലീഫ് എല്ലാവർക്കും തന്നെ നന്നായിട്ട് കിട്ടുന്നുണ്ട്. വാമവാദത്തിൻ്റെ റുമറ്റോയിഡ് ആർത്രൈറ്റിസിൻ്റെ മരുന്നുകളെ പറ്റി പറയുമ്പോൾ പൊതുവെ ഒരു ധാരണ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഇമ്മ്യൂണിറ്റി കുറയാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ എല്ലിൻ്റെ ബലം പോവും. അങ്ങനെയുള്ള നമുക്ക് ഈ കുറച്ച് നാൾ ഇത് കഴിക്കുകയാണെങ്കിൽ ഡേഞ്ചറാണ് എന്നൊക്കെയുള്ള ഫിയർ. അപ്പം ഈ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ഇപ്പോൾ ചിലപ്പോൾ ഒക്കെ പിള്ളേരിലും കാണുന്നുണ്ട്. അപ്പം അങ്ങനെ പിള്ളേരിൽ കാണുമ്പോഴത്തേക്കും അവരുടെ ആണെങ്കിലും ഈ എല്ലിനെയോ അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റീനെയൊക്കെ ബാധിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് എന്താണ് ഈ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ഈ പിള്ളേരിൽ വന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്? റുമറ്റോയിഡ് ആർത്രൈറ്റിസ് പിള്ളേരിലാണേലും വലിയവരിലാണേലും നമ്മൾ സിംറ്റമാറ്റിക് റിലീഫിന് വേണ്ടിയിട്ട് ഇനീഷ്യലി എടുക്കേണ്ടത് മെഡിസിൻസ് എടുത്തേ പറ്റുള്ളൂ. കാരണം സിംറ്റംസ് വെച്ചുകൊണ്ട് നമുക്ക് എക്സസൈസ് ചെയ്യാനോ ഒന്നും നമുക്ക് പറ്റില്ല. അപ്പം നമ്മൾ ഈ കാണുന്ന ആദ്യം നമ്മൾ മൈൽഡായിട്ടുള്ള മെഡിസിൻസ് കൊടുത്ത് തുടക്കത്തിലൊക്കെ ആണെങ്കിൽ ഞാനിപ്പോൾ ഫ്രഷ് ആയിട്ട് ഒരാളെ കാണുകയാണെങ്കിൽ അവർക്ക് മൈൽഡായിട്ടുള്ള ഇമ്യൂണോസപ്രസൻസ് മതി. വെരി സ്മോൾ ഡോസ് 0.2 0.5 മില്ലിഗ്രാം ഡെക്സമെഥസോണൊക്കെ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. അതൊരു ആദ്യത്തെ ഒരു മാസമൊക്കെ മിക്കവാറും പേർക്കും വേണ്ടി വരുള്ളൂ, അത് മരുന്നൊന്നും ഇല്ലാത്തവർക്കാകുമ്പോൾ. അപ്പം അതിൽ വെച്ച് തുടങ്ങി അവർ ആ സിംറ്റമാറ്റിക് ഫ്രീ ആകുമ്പോഴേക്കും നമ്മൾ അത് പതുക്കെ അതും കൂടെ ടേപ്പർ ഓഫ് ചെയ്തുകൊണ്ട് വരിക എന്നുള്ളതാണ്. അപ്പം അതേ സമയത്ത് ഇപ്പം നമ്മൾ ഈ പലരും ഈ 3-4 ഡ്രഗ്സ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നവർ പതുക്കെ നമ്മൾ അതിൽ നിന്ന് ആ സ്ട്രോങ് മെഡിസിൻസിൽ നിന്നൊക്കെ മാറ്റി ലൈറ്റ് ആയിട്ടുള്ള ഇതിലേക്ക് കൊണ്ടുവന്നിട്ട് മരുന്നിൽ നിന്ന് മാറ്റിയെടുക്കുക. ഉള്ളത് കുട്ടികൾക്കാണേലും വലിയവർക്കാണേലും ഈ മരുന്നുകളൊന്നും താങ്ങാൻ പറ്റില്ല. അതെപ്പോഴാണ് കയറി അതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം എനിക്ക് തന്നെ അറിയാം, എൻ്റെ ഒരു റീസെൻ്റ്ലി എൻ്റെ ഒരു വെരി ക്ലോസ് ആയിട്ടുള്ളൊരു അവർക്ക് ഈ മെത്തോട്രെക്സേറ്റ് എടുക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കണമെന്ന് തോന്നുന്നു. ഒരു ലിവർ ജോണ്ടിസ് വന്ന് ടോട്ടൽ ലിവർ ഫെയിലിയറിലേക്ക് പോയി. വിതിൻ 1 or 2 months ഫാസ്റ്റ് അത് അവർ കാര്യം ലിവർ ട്രാൻസ്പ്ലാന്റ് ഒക്കെ ട്രൈ ചെയ്തെങ്കിലും ഒരു ട്രാൻസ്പ്ലാന്റ് ചെയ്യാവുന്ന ഒരു ഹെൽത്തിലേക്ക് പോലും കൊണ്ടുവരാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ പേഷ്യൻ്റ് ഡയബറ്റീസ് ഉണ്ടായിരുന്നു, സോറിയാസിസ് ഉണ്ടായിരുന്നു, ആർത്രൈറ്റിസ് ഉണ്ടായിരുന്നു. സോറിയാസിനും ആർത്രൈറ്റിസിനും കൂടെ വേണ്ടിയിട്ടാണ് ഈ മരുന്നുകളൊക്കെ എടുത്തുകൊണ്ടിരുന്നത്. അപ്പം മൾട്ടിപ്പിൾ മെഡിസിൻ ഉണ്ടായിരുന്നു, ലിവർ ഫെയിലിയറിലേക്ക് പോയി. അപ്പം എല്ലാവരും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മരുന്നുകൾ എടുക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ലിവർ ഫംഗ്ഷനും കിഡ്നി ഫംഗ്ഷനും നോക്കണം. കിഡ്നിയുടെ ഫംഗ്ഷൻ ക്രിയാറ്റിൻ മാത്രം നോക്കിയാൽ പോരാ, യൂറിൻ ആൽബുമിൻ മൈക്രോ ആൽബുമിൻ ഉണ്ടോ എന്നും കൂടെ നോക്കണം. പലർക്കും ഇങ്ങനെയുള്ള പേഷ്യൻസിന് മൈക്രോ ആൽബുമിൻ ആയിരിക്കാം, അല്ലെങ്കിൽ യൂറിന് കണ്ടിന്യൂസ് ആയിട്ട് RBCs കാണിക്കുന്നുണ്ടോ. കാരണം ഈ IgA നെഫ്രോപ്പതി ഒരു ഓട്ടോഇമ്യൂൺ ഡിസീസ് ആണല്ലോ. അപ്പോൾ അതിനൊക്കെ IgA നെഫ്രോപ്പതി വരാം. IgA നെഫ്രോപ്പതി തുടക്കത്തിൽ GFR കുറയണമെന്നില്ല. അപ്പം GFR നോക്കണം, അതിൻ്റെ ഒപ്പം തന്നെ യൂറിൻ മൈക്രോ ആൽബുമിനും യൂറിൻ RBCയും കൂടെ നോക്കണം. ഇതുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും കെയർ എടുക്കണമെന്നാണ്. കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുന്ന് കൊണ്ട് ഈ അസുഖങ്ങളൊന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല. നമ്മൾ ജീവിതശൈലി കറക്റ്റ് ചെയ്ത് അത് സയൻറ്റിഫിക്കലി നമ്മൾ ടെക്നോളജിയുടെ സഹായത്തോടു കൂടി, അതായത് ടെക്നോളജിയുടെ സഹായം എന്ന് ഞാൻ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാവുന്ന ഫുഡ് ഏതാ, നമ്മളുടെ ബോഡി ഏത് ഫുഡിനോട് റിയാക്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പേഷ്യൻറ്റിനെ പഠിക്കണം. നമ്മൾ ഇപ്പോൾ എപ്പോഴും നമ്മൾ ഡയഗ്നോസിസാണ്. പലരും പേഷ്യൻസ് പറയും നമുക്ക് ഡയഗ്നോസിസ് എന്താ, എൻ്റെ ഡയഗ്നോസിസ് എന്താ. നമുക്കൊരു ഡയഗ്നോസിൻ്റെ ബേസിൽ നമ്മൾ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനിൽ ഡയഗ്നോസ് ഏത് ഗ്രൂപ്പാണെന്ന് അറിഞ്ഞാൽ മതി. അത് നമുക്ക് സിംറ്റംസ് തന്നെ വെച്ച് നമുക്ക് ഗ്രൂപ്പ് ഏതാണെന്ന് അറിയാൻ പറ്റും. പിന്നെ ഉള്ളത് ഇപ്പോൾ ഓട്ടോ ഇമ്മ്യൂൺ ആണോ, മെറ്റബോളിക് ഡിസോർഡർ ആണോ, അലർജി ആണോ, ക്യാൻസർ ആണോ, ഇങ്ങനെ ഒരു 3-4 ഗ്രൂപ്പിൽപ്പെട്ട അസുഖങ്ങളെ വരുന്നുള്ളൂ. അതിൻ്റെ അൾട്ടിമേറ്റ് നമ്മൾ ഡയഗ്നോസ് എടുക്കേണ്ട കാര്യമില്ല. അതൊക്കെ വേണ്ടി വരുന്നത് നമ്മൾ മരുന്ന് വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോഴാണ്. കാരണം ഇന്നതാണെങ്കിൽ ഇന്ന ഇതുണ്ടെങ്കിൽ ഇന്നത് കൊടുത്താൽ എന്നുള്ളത് വരുന്നത്. മരുന്ന് വിത്ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ മരുന്ന് നമുക്ക് ഡയഗ്നോസിസ് കണ്ടുപിടിക്കാൻ പറ്റാത്ത രോഗങ്ങൾക്കാണേലും ജീവിതശൈലി കറക്ഷൻ നമ്മൾ ബോഡിയാണ് കറക്റ്റ് ചെയ്യുന്നത്, ആളെയാണ് കറക്റ്റ് ചെയ്യുന്നത്. രോഗത്തിനെ നോക്കിയല്ല മറ്റതിൽ നമ്മൾ കൺവെൻഷണൽ മോഡേൺ മെഡിസിനിൽ ബേസിക്കലി ചെയ്യുന്ന സിംറ്റത്തിനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തെയാണ്, നമ്മുടെ ബോഡിയാണ്, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെയാണ്, നമ്മുടെ ബയോളജിയെ തന്നെയാണ് കറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഡയഗ്നോസിസിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് നമുക്ക് എപ്പോഴും അറിയുന്നത് എപ്പോഴും കൂടുതൽ ആക്യുറേറ്റ് ടെസ്റ്റുകളും ഒക്കെ ചെയ്യുന്നത് നല്ലത് തന്നെ. പക്ഷേ അതല്ല ഫൈനൽ രോഗിയെ മനസ്സിലാക്കുക എന്നുള്ളത്. ഫുഡിൻ്റെ കാര്യത്തിൽ എന്താണ് പറ്റിയത് എന്താണ് പറ്റാത്തത് എന്നുള്ള രീതിയിൽ എല്ലാം മനസ്സിലാക്കി ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞപ്പോൾ ശരിക്കും പറയുന്നത് 70% നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മളുടെ ഗട്ടായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നതെന്നും ഈ ഗട്ടാണ് ശരിക്കും ഏറ്റവും കൂടുതൽ ഇമ്മ്യൂൺ ആക്ടിവിറ്റിക്ക്
ഉള്ള വേദിയായി മാറുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു വശവും കൂടെ ഉണ്ട്. ഈ മരുന്നുകളെല്ലാം ഈ ഗട്ടിലേക്ക് പോകുന്നതുകൊണ്ട് ആ മരുന്നുകളും പലതും ഈ ഗട്ടിനെ ബാധിക്കുന്നുണ്ട്, കുറേയൊക്കെ നെഗറ്റീവായിട്ടും ബാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ശരിക്കും പേഷ്യൻസ്, ഇതിൽ താല്പര്യമുള്ള പേഷ്യൻസ് എന്താണ് ഈ ഗട്ടിൻ്റെ ആരോഗ്യത്തെ പറ്റി മനസ്സിലാക്കേണ്ടത്, മരുന്നുകളെ പറ്റി മനസ്സിലാക്കേണ്ടത്, പിന്നെ ജീവിതശൈലിയായിട്ടുള്ള കണക്ഷൻസിനെ പറ്റി മനസ്സിലാക്കേണ്ടത്? നമ്മൾ പ്രൈമറിലി പറയുമ്പം നമ്മളുടെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? മരുന്ന് വെച്ചിട്ടല്ല, അത് ഉണ്ടാക്കിയിരിക്കുന്നത് ന്യൂട്രിഷൻ വെച്ചിട്ടാണ്. നമ്മൾ വൺ സെല്ല്, അതായത് ഫസ്റ്റ് ബേബിയുടെ ഒരു സ്പേമും എഗ്ഗും കൂടെ ചേർന്ന് ഫസ്റ്റ് സെല്ലുണ്ടായി. അത് വളർന്ന് നമ്മുടെ ഈ ഒരു 50 ട്രില്യൺ സെല്ലുള്ള ഈ ഹ്യൂമൻ അഡൾട്ട് ബോഡിയിലേക്ക് എത്തിയിരിക്കുന്നത് ന്യൂട്രിഷൻ വെച്ചാണ്. നമ്മളൊരു വെള്ളം കുടിച്ച് വെള്ളം പുറത്തിരിക്കുമ്പം അത് വെള്ളം ജസ്റ്റ് നമ്മൾ ബോഡിയിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നെക്സ്റ്റ് മിനിറ്റ് നമ്മളുടെ ബ്രെയിനിലും അവിടെ ഇവിടെ എല്ലാം എത്തും. നമുക്കറിയാം, ദാഹിച്ചിരിക്കുമ്പോൾ നമ്മൾ വെള്ളം കുടിച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് ആശ്വാസം കിട്ടും. അപ്പം അത് ആ വിതിൻ ഫ്യൂ മിനിറ്റ്സിന് തന്നെ ഇത് നമ്മുടെ ബോഡിയിലേക്ക് മൊത്തത്തിൽ എത്തുകയാണ് ചെയ്യുന്നത്. അപ്പം അത്ര ഇമ്പോർട്ടൻ്റ് ആണ് ന്യൂട്രിഷൻ. അപ്പം നമ്മൾ ഭക്ഷണം വയറിലേക്കാണല്ലോ ചെല്ലുന്നത്. എന്ത് നമ്മൾ ഉള്ളിലേക്ക് ചെല്ലുമ്പോഴും അവിടെ അതിനെ സ്ക്രീൻ ചെയ്തിട്ട് മാത്രമാണ് നമ്മുടെ ബോഡി ആക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഏറ്റവും കൂടുതൽ ഒരു വെരി ആക്റ്റീവ് ഏരിയ ആണ് ഗട്ടിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കഴലുകൾ എന്ന് അല്ല ലിംഫ് നോട്ട്സ് എന്ന് പറയല്ലേ, അതിന് ഒരു സ്പെഷ്യൽ പേരാണ് പേസ് പാച്ചസ് എന്ന് പറയും. അത് നമ്മുടെ ഈ ഗട്ടിൽ അല്ലെങ്കിൽ ഈ കുടലിനകത്തെ ആ മ്യൂക്കോസയുടെ കീഴിൽ തന്നെ ഒരു വലിയൊരു സിസ്റ്റം ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ട്. അതിനെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞു വരുമ്പോൾ നമ്മുടെ അവിടുത്തെ ഇമ്മ്യൂൺ സിസ്റ്റം പേസ് പാച്ചസിനെ എല്ലാം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ബാക്ടീരിയസ് നമ്മുടെ മൈക്രോബയോട്ടോമ എന്നാണ്. അപ്പം മൈക്രോബയോട്ടോമുമായിട്ട് നമ്മൾ വളരെ സ്ട്രോങ്ലി കണക്റ്റഡ് ആണ്. അത് ഇൻഡസ്റ്റൈനൽ വയറിനെ ബാധിക്കുന്ന ഓട്ടോഇമ്യൂൺ ഡിസീസ് ലൈക്ക് IBD-യോ IBS-ഓ മറ്റേന്താ ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് എന്ന് പറയുമല്ലോ, അതിലോ അല്ലെങ്കിൽ കൊളൈറ്റിസിൽ മാത്രമല്ല, നമ്മുടെ ഏത് രോഗവും നമ്മൾ കഴിക്കുന്ന ഫുഡും നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന മൈക്രോബയോമുമായിട്ടും കൂടെ ബന്ധമുണ്ട്. അപ്പം നമ്മൾ ഈ കഴിക്കുന്ന മരുന്നുകൾ, ഇപ്പോൾ ആൻറ്റിബയോട്ടിക്സ് നമ്മുടെ നല്ല ബാക്ടീരിയയും കൂടെ കൊല്ലുന്നുണ്ട്. നമ്മൾ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ, ലങ്സിന് വന്നിരിക്കുന്ന ന്യൂമോണിയയ്ക്കായിരിക്കും മരുന്ന് കഴിക്കുന്നത്. അത് നമ്മൾ ഇഞ്ചക്ഷനായിട്ട് എടുത്താലും നമ്മുടെ വയറിലേക്ക് എത്തും, ഹോൾ ബോഡിയിലേക്ക് വരും. പിന്നെ ഭക്ഷണം മരുന്നായിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നേരെ നമ്മുടെ ബാക്ടീരിയയാണ് ബാധിക്കുന്നത്. അപ്പം നല്ലതിനെയും കൊല്ലും. അപ്പം അത് ഒരു പ്രോബ്ലമാണ്. ഇപ്പം നമുക്ക് പലർക്കും അറിയാവുന്ന എനിക്കറിയില്ല, ഈ ഗ്യാസ്ട്രോഎൻട്രോളജി വയറിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഡോക്ടേഴ്സ് ശരിക്കും ഫീക്കൽ ട്രാൻസ്പ്ലാന്റ് എന്ന് പറയും. അതായത് മലത്തിൽ നിന്ന് ബാക്ടീരിയ നമ്മളുടെ ഹെൽത്തി ആളുടെ മലം കളക്ട് ചെയ്തിട്ട് അതിനകത്തു നിന്നുള്ള ബാക്ടീരിയ എടുത്തിട്ട് നമ്മൾ ട്യൂബ് വഴി, ഏനൽ ട്യൂബ് വഴിയോ ലിസ്റ്റൈൻ വഴിയോ ഒക്കെ ഇപ്പോൾ ട്രീറ്റ്മെൻ്റ് ഉണ്ട്, കൊടുക്കുന്നുണ്ട്. കാരണം മൈക്രോബയോട്ട അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഹെൽത്തി മൈക്രോബയോമിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഫീക്കൽ ട്രാൻസ്പ്ലാന്റ്, നമ്മളിപ്പം കിഡ്നി ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുന്ന ഒരു ഓർഗനെ എടുത്ത് മാറ്റി ഇത് ചെയ്യുന്നത് പോലെ തന്നെ ഈ ഒരാളുടെ ഹെൽത്തി ആളുടെ കിഡ്നി എടുത്തിട്ടാണല്ലോ കിഡ്നിക്ക് പ്രോബ്ലം ഉള്ളവർക്ക് നമ്മൾ കിഡ്നി ട്രാൻസ്പ്ലാന്റ് കൊടുക്കുന്നത്. ഇതുപോലെ തന്നെ നമ്മളുടെ മലം എടുത്ത് അതിനകത്തെ ബാക്ടീരിയ സെപ്പറേറ്റ് ചെയ്ത് മൈക്രോബയോട്ടം സെപ്പറേറ്റ് ചെയ്ത് ഇൻഡസ്റ്റൈനിലേക്ക് ഇട്ട് കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് ഇന്ന് അവൈലബിൾ ആണ്. അത് വളരെ കോമൺ ആയിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവിടുത്തെ ഗ്യാസ്ട്രോൻട്രോളജിസ്റ്റൊക്കെ അത് എത്ര എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ടെന്ന് അറിയത്തില്ല. പക്ഷേ ഇറ്റ്സ് ആൻ ആക്സെപ്റ്റഡ്, മോഡേൺ മെഡിസിനിൽ ആക്സെപ്റ്റഡ് ട്രീറ്റ്മെൻ്റ് ആണ്. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു മെയിൻ പ്രോബ്ലമായിട്ട് സാധാരണ കാണുന്നത് ഈ നമ്മളുടെ ബാക്ക് ബോണിൻ്റെ ഇഷ്യൂസാണ്. സ്പോണ്ടിലൈറ്റിസ്, അങ്ങനെ പല രീതിയിലുള്ള ആംഗുലൈസിങ് ഇഷ്യൂസൊക്കെ. അപ്പോൾ ശരിക്കും അത് ഈ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസുമായിട്ട് ബന്ധമുണ്ടോ? അങ്ങനെ വരുന്ന കേസുകളിൽ സാധാരണ കാണുന്നത് അത് ആ എല്ലോ അല്ലെങ്കിൽ ആ ഏരിയയോ ഡാമേജ് ആയി പോകുന്നതായിട്ടാണല്ലോ. അപ്പം ശരിക്കും അങ്ങനത്തെ കേസുകളിൽ ഈ പറയുന്ന പോലെ അവരെ കൊണ്ടൊക്കെ ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷനിൽ ഇപ്പം എന്തെങ്കിലും ഒരു ഫിസിക്കലായിട്ട് മൂവ്മെൻ്റ് ഒക്കെ വേണമെങ്കിൽ അത് സാധ്യമാണോ? അവർക്കും ഇങ്ങനെ ഒരു ഫിസിക്കൽ പാർട്ടും കൂടെ ഇതിലുള്ളതുകൊണ്ട്, ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷനിലുള്ളതുകൊണ്ട് അവർക്കും ഇത് പോസിബിൾ ആണോ?
അവർക്കാണെങ്കിൽ എന്തായിരിക്കും സാധാരണ ബെനിഫിറ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും? ആങ്കലോസിംഗ് സ്പോണ്ടിലൈറ്റിസ് എന്ന് പറയുന്നതും ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് തന്നെയാണ്. നമ്മളിപ്പോൾ ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിനെ നമ്മൾ കയ്യിലൊക്കെ വരുമ്പോൾ നമ്മൾ റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് പറയും. അതിന് തന്നെ സ്പൈൻ എന്ന് പറയുമ്പോൾ നമ്മുടെ വെർട്ടിബ്രൽ കോളം നട്ടലിൻ്റെ സിസ്റ്റത്തെ, ആ നട്ടലിൻ്റെ സിസ്റ്റത്തെയാണ് ബാധിക്കുന്നതെങ്കിലാണ് നമ്മൾ പറയുന്നത് സ്പോണ്ടൈലോസിംഗ് ആർത്രൈറ്റിസ് എന്ന് പറയും. അതുപോലെ തന്നെ സ്പോണ്ടൈലോസിസ് എന്നും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. ഈ സ്പോണ്ടൈലോസിസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്പൈനിനെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ബാധിക്കുന്നത്, അതായത് ആ കാർട്ടിലേജ് സെക്ഷനെ, അതിലാണ് നമ്മൾ ഡിസ്ക് പ്രൊലാപ്സ്, ഡിസ്കിന് പ്രശ്നങ്ങളെന്നൊക്കെ പറയില്ലേ, അത് സ്പോണ്ടൈലോസിസ് എന്ന് പറയും. അത് കാർട്ടിലേജിനെ ബാധിക്കുന്ന ഒരു ഓട്ടോ ഇമ്മ്യൂൺ ടൈപ്പ് ഓഫ് ഡിസീസ് തന്നെ. മറ്റേതാണ് സ്പോണ്ടൈലൈറ്റിസ്. അത് ആൻക്ലോസിങ് സ്പോണ്ടൈലൈറ്റ്, അത് ഇൻഫ്ലമേഷൻ കൊണ്ട് ഫിക്സ് ആയി പോവുക, നമ്മുടെ കയ്യിൽ വിരലൊക്കെ ഫിക്സായി ഡാമേജ് വരുന്നത് പോലെ തന്നെ. മറ്റത് വെർട്ടിബ്രൽ കോളത്തെ നട്ടെല്ലുകൾ 33 പോയി ഡിഫറെൻറ്റ് വെർട്ടിബ്ര കൂടിയാണ് നമ്മുടെ ഈ വെർട്ടിബ്രൽ കോളം ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ജോയിൻ്റാണ് നമുക്ക് ഈ ഫ്ലെക്സിബിലിറ്റി തരുന്നത്. നമുക്ക് തിരിയാനും അതുപോലെ കുനിയാനും വരാനും ഒക്കെ ഉള്ള ആ ഫ്ലെക്സിബിലിറ്റി അവിടെ നിന്നാണ് കിട്ടുന്നത്. അവിടെയാണ് അതിൻ്റെ ഡാമേജ് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻ്റ്, ഞാൻ അതിൽ ഒരു പേഷ്യൻ്റ് അത് തന്നെ ഞാൻ എക്സാമ്പിളായിട്ട് പറയാം. ഇതൊരു 56 ഇയർ ഓൾഡ് ലേഡിയാണ്. അവർ 157 സെൻറ്റിമീറ്റർ പൊക്കം, 46 കിലോ ഉള്ളൂ. സാധാരണ ഈ ഓർത്രൈറ്റിസ് പേഷ്യൻസിനെല്ലാം കൂടുതൽ ഓവർ വെയിറ്റ് വന്നിട്ടുണ്ടാകും. പക്ഷേ ഇവർ മോഡേൺ മെഡിസിൻ ട്രീറ്റ്മെൻറ്റ് അവർക്ക് ഒട്ടും പറ്റിയല്ല. അതുകൊണ്ട് അത് മോഡേൺ മെഡിസിൻ സ്റ്റിറോയിഡ്സ് ഒന്നും അവരധികം എടുത്തിട്ടില്ല. അവർ ആയുർവേദം, നാച്ചുറോപ്പതിയൊക്കെയാണ് കൂടുതൽ ട്രൈ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കണം അവർക്ക് വെയിറ്റ് ഗെയിൻ വന്നിട്ടില്ല. പക്ഷേ ഇവർക്ക് ഇതെല്ലാം ട്രൈ ചെയ്തിട്ടും അവർക്ക് പറ്റുന്നില്ല. അവർ ശരിക്കും പറഞ്ഞാൽ വളരെ കഷ്ടപ്പെട്ട് നടന്നാണ് വരുന്നത്. അപ്പം ഞാനെപ്പോഴും കരുതുന്നില്ല ആങ്കിലോസിംഗ് സ്പോണ്ടൈലൈറ്റിസ് ഉണ്ടെന്ന്. ഞാനത് ആർത്രൈറ്റിസ്, റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്നുള്ള നിലയിലാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നത്. പക്ഷേ ഇവർക്ക് ഇതൊരു ഈ നമ്മൾ ഈ കുറച്ച് ഓട്ടോ ഇമ്മ്യൂൺ ആൻറ്റിബോഡീസൊക്കെ നമ്മൾ നോക്കും. അതിനകത്ത് ഇവർക്ക് ഇങ്ങനെ CCP, ഇത് ANA, RA ഫാക്ടർ, ഇതൊക്കെ നെഗറ്റീവാണ്. അപ്പോൾ അത് ഇങ്ങനത്തെ നമ്മൾ സീറോ നെഗറ്റീവ് ആർത്രൈറ്റിസ് എന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ ഇത് തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് അവർ പറയുന്നത് അവർക്ക് കിടന്ന് എക്സസൈസ് ചെയ്യുമ്പം നമ്മൾ കമന്ന് കിടന്നും ഒക്കെ എക്സസൈസ് ചെയ്യാണ്ട്, കിടന്ന് നമ്മുടെ സ്പൈനെയൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്ത് നമ്മുടെ നട്ടലിലൊക്കെ സ്ട്രോങ് ആക്കണമെന്നുണ്ടെങ്കിൽ കമന്ന് കിടന്നുള്ള എക്സസൈസൊക്കെ വേണം. അപ്പോൾ ഇവർക്ക് കമന്ന് കിടന്നൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു തുടങ്ങുമ്പോൾ. ആക്ച്വലി ഇവർ 1 മന്ത് കഴിഞ്ഞ് 2nd മന്ത് ആയപ്പോഴേക്ക് ഇവർക്ക് കമന്ന് കിടന്ന് ചെയ്യാറായി. അപ്പം ഇതിൻ്റെ ആക്ച്വലി ഈ പേഷ്യൻ്റ് വരുന്നത് ഇൻ 2000 ഇവരുടെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നത് ശരിക്കും 27/7/23 അപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് ഒക്കെ അവർക്ക് ശരിക്കും പറഞ്ഞാൽ യൂഷ്വലി എല്ലാവർക്കും വെയിറ്റ് കുറയ്ക്കാനുണ്ടാവും. ഇവർക്ക് വെയിറ്റ് കുറയ്ക്കാൻ പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ വിതിൻ എ മന്ത് അവർ കംഫർട്ടബിളായി ഈ കമന്ന് കിടന്നുള്ള എക്സസൈസ് ചെയ്യാൻ ഓൾമോസ്റ്റ് അതായത് നമ്മുടെ ഫ്ലെക്സിബിലിറ്റി, നട്ടലിൻ്റെ ഫ്ലെക്സിബിലിറ്റിയും കൂടെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഉദ്ദേശം തന്നെ. അതായത് ഫ്ലെക്സിബിലിറ്റി കൂട്ടണം, ആർത്രൈറ്റിസ് പേഷ്യൻ്റ് ഫ്ലെക്സിബിലിറ്റി കൂട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ഇവർക്ക് റുമറ്റോയ്ഡ് ജോയിൻറ്റും കൈയും മുട്ടിനും എല്ലായിടത്തും അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ നട്ടെല്ലിനെയും കൂടെ ബാധിച്ചിരുന്ന ഒരു ലേഡിയാണ്. അപ്പം അവരുടെ ഞാൻ പ്രത്യേകിച്ച് പറയാനെന്ന് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആക്ച്വലി അവർ ആദ്യത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു പോയി, എവറി ഇയറിൽ വന്ന് ഇത് വരുന്നുണ്ട്. അപ്പം ഇവർ ഡയബറ്റീസും ഉണ്ടായിരുന്നു. അപ്പോൾ ഡയബറ്റീസിൻ്റെ മരുന്ന് നിർത്താൻ, ഡയബറ്റീസ് ഒന്നും ഇല്ലാതെ ആക്ച്വലി അവർ 2nd ഇയറിൽ 23 വരുമ്പം ഡയബറ്റീസ് ഉണ്ട്. ഇൻസുലിൻ ലെവൽ വെരി ഹൈ ആണ്. പലപ്പോഴും ഇങ്ങനത്തെ പേഷ്യൻസിൻ്റെ ഇൻസുലിൻ ലെവൽ, അത് ഹോർമോണൽ ഇംബാലൻസിൻ്റെ ഇൻസുലിൻ ലെവൽ കൂടുതലാണ്. ഇപ്പോൾ ടൈപ്പ് 2 ഡയബറ്റീസ് ആണ്. അപ്പോൾ ഈ 23 വന്നപ്പോഴും ഇവൻ അത് കഴിഞ്ഞ് പിന്നെ 24 വന്നപ്പോഴും 26 ഒക്കെ വന്നപ്പോഴും അവർക്ക് ഈ ഡയബറ്റീസും മരുന്നില്ലാതെ വെരി പക്കയായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു മരുന്നും ഇല്ലാതെ അവർക്ക് ഇത് മാനേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം ഫ്യൂ ഡേയ്സ് ബാക്ക് അവർ വന്നിരുന്നു. അപ്പം ഒരു 2nd 3rd ഇയർ ആകാറായിട്ടുണ്ട്. അപ്പോൾ ആ ടൈമിൽ അവർ വന്നപ്പോഴും അവർക്ക് വേറൊരു കുഴപ്പമില്ല. അവർ വെരി ആക്റ്റീവാണ്. അവർ എല്ലാ ഫ്ലെക്സിബിലിറ്റി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷേ അവരുടെ മോളുടെ ഡെലിവറി ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഒരു കുറച്ച് വർക്കെല്ലാം കൂടുതൽ ചെയ്തു. അവരുടെ ലൈഫ് സ്റ്റൈൽ ഒന്നും അവർക്ക് നോക്കാൻ പറ്റാതെ വന്നപ്പം കുറച്ച് റിസ്റ്റിനൊരു പെയിൻ വന്നെന്നും പറഞ്ഞാണ് അവർ വരുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഈ പേഷ്യൻ്റൊക്കെ അത്ര ആങ്കിലോസിംഗ് സ്പോണ്ടൈലൈറ്റിസ് വന്ന് ഇത്രയും ബുദ്ധിമുട്ടിയുള്ളവർക്കും നമ്മൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയിട്ട് 3 വർഷമായിട്ട് അവരത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അല്ലാതെ അത് മാറിക്കഴിഞ്ഞിട്ട് പിന്നെ അത് തിരിച്ചു പോകുന്ന ഒരു കാര്യമേ വന്നിട്ടില്ല എന്നുള്ളതാണ്. റിലേറ്റീവ്ലി ചെറുപ്പക്കാർ, ദാറ്റ് ഈസ് 30 വയസ്സും 35 വയസ്സും ഉള്ളവരൊക്കെ അതർവൈസ് ഇപ്പം ജോലിക്കാരായിരിക്കും, അല്ലെങ്കിൽ IT ഫീൽഡായിരിക്കും. അവർക്ക് ഇപ്പം വരുന്ന ഇഷ്യൂ ഈ കമ്പ്യൂട്ടറിലും ഒക്കെ ഇരുന്ന് വർക്ക് ചെയ്യാനായിട്ട് പറ്റാത്ത സ്റ്റേജ് വരും. അപ്പം അങ്ങനെ ഉള്ള പേഷ്യൻസിന്
ഈ ഇത് പ്രാക്ടിക്കലി മരുന്ന് കഴിച്ച് പെയിൻ കളഞ്ഞ് കാര്യങ്ങൾ ചെയ്യാമെന്നല്ലേ അവർ നോർമലി ചിന്തിക്കുകയുള്ളൂ. ബിക്കോസ് അവർക്ക് ശരിക്കും പറഞ്ഞാൽ അതിനുള്ള സമയം കുറവെന്നുള്ള ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ടല്ലോ. അപ്പം അങ്ങനത്തെ കേസിലുള്ളവർക്ക് എന്താണ് പോസിബിലിറ്റി ഉള്ളത്? ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ, അങ്ങനത്തെ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും കുറച്ച് സമയം അതിന് സ്പെൻഡ് ചെയ്യണം, കുറച്ച് ഫുഡ്സൊക്കെ കൺട്രോൾ ചെയ്യണം. ബിക്കോസ് ഇവരൊക്കെ വർക്ക് ചെയ്യുന്നത് ഈ കഫറ്റേറിയ ഫുഡും ഒക്കെ ആയിട്ടാണല്ലോ. അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ എന്താണ് സാധിക്കുക? പലരും മരുന്ന് വെച്ച് ഒരു മാനേജ് ചെയ്ത് പോവുമായിരിക്കും ചെയ്യുന്നത്. പക്ഷെ ചിലർക്ക് മാനേജ് ചെയ്യാൻ പറ്റാതെ അവർ ജോലി തന്നെ രാജിവെക്കേണ്ടി വരാറുണ്ട്. ഞാൻ അങ്ങനെയുള്ള ഒരു പേഷ്യൻ്റ് ഒരു എക്സാമ്പിൾ പറയാം. ഇതൊരു 39 വയസ്സുള്ള ലേഡിയാണ്. 160 സെൻറ്റിമീറ്റർ പൊക്കം, 63, വലിയ ഓവർ വെയിറ്റ് ഒന്നുമില്ല, 63 കിലോ. ഫാറ്റി ഇതുകൊണ്ടാണ്. അവർ 10 വർഷമായിട്ട് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് തുടങ്ങിയിട്ട്. അവർ മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇഗ്രാറ്റിമോഡെന്ന് പറഞ്ഞ ഒരു ടാബ്ലറ്റ് ഉണ്ട്, പിന്നെ HCQ ഉണ്ട്, പിന്നെ ടൊഫാസിനിബ് ഉണ്ട്. ഈ 3 മരുന്ന് കഴിച്ചിട്ടും അവർക്ക് പറ്റുന്നില്ല. അവർ 2 വർഷം മുമ്പ് എന്തോ ജോലി തന്നെ നല്ല ഗവൺമെൻറ് ജോലി ഉണ്ടായിരുന്നതാണ്. നമുക്ക് എല്ലാവരും ഏറ്റവും ആഗ്രഹിക്കുന്ന കാര്യമാണല്ലോ ഗവൺമെൻറ്റിലുള്ള ജോലി. അതവർ റിസൈൻ ചെയ്യേണ്ട വന്നെന്നുള്ളതാണ്. അപ്പം ഞാനിപ്പോൾ അവർ അങ്ങനെ ഇവിടെ നമ്മളുടെ ട്രീറ്റ്മെൻറ്റ് നമ്മളെപ്പോഴും ചോദിക്കും എങ്ങനെയാണ്. അപ്പോൾ അവർ വീഡിയോ കാണുന്നുണ്ട്, കുറച്ച് വർഷങ്ങളായിട്ടൊരു വീഡിയോ കാണുന്നുണ്ട്, എന്നിട്ടാണ് അവർ വരുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, അപ്പം ഈ ജോലിയൊക്കെ രാജിവെക്കുന്നതിന് മുമ്പ് 3-4 വർഷമായിട്ട് അവർ വീഡിയോ കാണുന്നുണ്ടെന്ന് അറിഞ്ഞേ, അപ്പം അന്നുകൊണ്ട് എന്താ വരാതെ ഇരുന്നത്? പക്ഷെ അന്ന് ഇതൊന്നും എല്ലാ ഡോക്ടേഴ്സും ഞാനും അവർ റുമറ്റോളജിസ്റ്റിൻ്റെ ഒക്കെ അടുത്ത് ചോദിച്ചപ്പം ഇങ്ങനത്തെ ട്രീറ്റ്മെൻറ്റിനൊന്നും പോകരുത് എന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ടാണ് അന്നൊന്നും അവർ വരാതെ ഇരുന്നത്. പിന്നെ അവർ ജോലിയും രാജിവെച്ചു. ഇപ്പം അവരുടെ ഒത്തിരി ശരിക്കും അവർ ഇത്രയും ഈ റുമറ്റോളജി മരുന്നുകൾ എടുത്തിട്ടും അവരുടെ ഇപ്പോൾ അവർക്കൊന്നും ചെയ്യാൻ മേലാതെ വിരലുകളൊക്കെ ഡെഫോംഡായി ഒന്നും ചെയ്യാൻ പറ്റാത്ത നിലയിലും കൂടെ വന്നു. അപ്പോൾ ആ നിലയിൽ ഒരാൾക്കും ജോലി ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ കമ്പ്യൂട്ടറിലിരുന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു റീസണബിൾ ഇത് വേണമല്ലോ. അപ്പോൾ അങ്ങനെ ആ പേഷ്യൻ്റ് ആക്ച്വലി ഇപ്പം അവർ 2 മന്ത്സ് ആകാറായി, 1 മന്ത് കഴിഞ്ഞതേ ഉള്ളൂ. ലാസ്റ്റ് 1 മന്തിന് ഒരു സെക്കൻഡ് ആൻഡ് തേർഡ് വിസിറ്റ് വന്നപ്പോൾ തന്നെ അവരുടെ വളരെ കംഫർട്ടബിളായി. അവർക്കിപ്പോൾ ഒരു മരുന്ന് മാത്രമേ കണ്ടിന്യൂ ചെയ്യുന്നുള്ളൂ. അപ്പം അത്ര വ്യത്യാസമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ അപ്പം ശരിക്കും ഈ റുമറ്റോളജിസ്റ്റൊക്കെ എല്ലാവരും ഇങ്ങനത്തെ ട്രീറ്റ്മെൻറ്റിന് എഗെയിൻസ്റ്റ് പറയുന്നു. പേഷ്യൻറ്റിനോട് അങ്ങനെ പോകരുത്, അതൊക്കെ പോയാൽ ഭയങ്കര പ്രശ്നമാണെന്ന് പറയുന്നു. ഞാനും ഒരു മോഡേൺ മെഡിസിൻ ഡോക്ടറാണ്. അപ്പം പക്ഷെ ഒരു മോഡേൺ മെഡിസിൻ ഡോക്ടർ കൊടുക്കുന്ന ലൈഫ് സ്റ്റൈൽ കറക്ഷൻ പോലും ചെയ്യാൻ പാടില്ല എന്നവർ ഡിസ്കറേജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഇത്ര അവർക്ക് കാണാമല്ലോ, ഈ മോഡേൺ മെഡിസിൻ്റെ മരുന്നുകൾ റുമറ്റോളജിസ്റ്റിന് തന്നെ കാണാമല്ലോ അവർക്ക് എന്താണ് കംഫർട്ട് കിട്ടുന്നതെന്ന്. ഈ റുമറ്റോളജിസ്റ്റിൻ്റെ കെയറിലിരിക്കുമ്പം അവരുടെ ഒരു ജോലിക്ക് അത്രയും നല്ലൊരു ജോലി ഉണ്ടായിരുന്നത് അത് റിസൈൻ ചെയ്ത ജോലി പോലും വേണ്ടെന്ന് വെക്കേണ്ട വന്ന പേഷ്യൻറ്റിനോടും പറയുന്നത് ലൈഫ് സ്റ്റൈൽ കറക്ഷന് പോകരുതെന്നാണ്. അതാണ് നമ്മുടെ ഇവിടുത്തെ ഒരു പിറ്റിയബിൾ സ്റ്റേജാണ്. നമ്മളിപ്പം കേരളത്തിലും നല്ല കേരളത്തിലാണെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു ഇത്രയും മോഡേൺ മെഡിസിൻ ഡോക്ടേഴ്സാണ് ഇവിടെയുള്ള ഈ പേഷ്യൻസിനെ എല്ലാവരും ലൈഫ് സ്റ്റൈൽ കറക്ഷനിൽ നിന്ന് ഡിസ്കറേജ് ചെയ്യുകയാണ്. അത് എന്തോ ഒരു അബ്നോർമൽ ഓൾട്ടർനേറ്റീവ് മെഡിസിനാണ്. ശരിക്കും മോഡേൺ മെഡിസിൻ്റെ ബേസ് എന്ന് പറയുന്നത് മോഡേൺ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോഡേൺ മെഡിസിൻ എന്നുള്ള പേരാണ് നമ്മൾ മാറ്റേണ്ടത്. ശരിക്കും മോഡേൺ ഹെൽത്ത് കെയർ ആണ് നമുക്ക് വേണ്ടത്. ഏത് ഹെൽത്ത് കെയറിൻ്റെയും ഫസ്റ്റ് സ്റ്റെപ്പ് ലൈഫ് സ്റ്റൈൽ കറക്ഷനാണ്. അത് ഫുഡും എക്സസൈസുമാണ്. അതിപ്പം നമ്മൾ ഏത് അസുഖം എടുത്താലും ഏത് ഹെൽത്ത് കെയർ സെൻ്ററിൻ്റെ ഇതിലെടുത്തു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ മേയോ ക്ലിനിക്ക് എടുത്താലും NIH നമ്മുടെ ഗവൺമെൻറ് വെബ്സൈറ്റ് എടുത്താലും ഫസ്റ്റ് ലൈൻ ഓഫ് മാനേജ്മെൻറ്റ് മോഡേൺ ലൈഫ് സ്റ്റൈൽ കറക്ഷനാണ്. അതിനെ പക്ഷേ മോഡേൺ മെഡിസിൻ ഡോക്ടേഴ്സ് എതിർക്കുന്നു. അതുകൊണ്ട് ആക്ച്വലി ഈ പേഷ്യൻ്റൊക്കെ എത്ര സഫർ ചെയ്തു. അവരുടെ ജോലി പോയി, അവരുടെ ഡിഫോമിറ്റി ആയി. ഇനി അവരെ കറക്റ്റ് ചെയ്തെടുക്കുമ്പം ബുദ്ധിമുട്ടാണ്. അതേസമയത്ത് അവർ 2 വർഷം മുമ്പായിരുന്നെങ്കിൽ അവർ ഇപ്പം ആക്റ്റീവായിട്ട് ജോലിക്ക് പോകേണ്ട പേഷ്യൻ്റാണ്. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൻ്റെ കേസ് വരുമ്പോൾ ഈ അവരുടെ ആ മെൻ്റൽ സ്റ്റാറ്റസും കുറച്ച് എഫക്റ്റഡ് ആവുകയാണല്ലോ. അപ്പോൾ ആ മെൻ്റൽ സ്റ്റാറ്റസ് എഫക്റ്റഡ് ആവുന്നതുകൊണ്ടാണോ അവർക്ക് പൊതുവെ ശരിക്കും പറഞ്ഞാൽ ഒരു എനർജി കുറവും ഒരു 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 ശരിക്കും പറഞ്ഞാൽ കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ളത് വരെ ഒരു ലോസ് സംഭവിക്കുന്നത്? അത് ഇപ്പം പറഞ്ഞു കൊടുക്കുമ്പോൾ മനസ്സിലാക്കിയെടുക്കാൻ വരെ ഉള്ള ഡൾനെസ് പോലെ ഒരെണ്ണം അനുഭവിക്കുന്നത്. ബേസിക്കലി നമ്മൾ രോഗം വരുമ്പം നമ്മളിപ്പം ജോയിൻറ്റിനെ ബാധിക്കുന്ന
അതാണേലും നമ്മുടെ ബ്രെയിനിനെയും കൂടി അത് ബാധിക്കുന്നുണ്ട്. നമ്മുടെ ഈ ടിഷ്യൂ, അതായത് ഈ കണക്റ്റീവ് ടിഷ്യൂ ഡിസോർഡറിലാണ് ഇത് വരുന്നത്. കൊളാജൻ വാസ്കുലർ ഡിസീസ്. ഈ കൊളാജൻ എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിൻ്റെയും ഒരു ഇൻറ്റഗ്രിറ്റി നിലനിർത്താൻ വേണ്ടി വരുന്ന ഒരു പ്രോട്ടീനാണ്. അപ്പോൾ ഈ പ്രോട്ടീനിനെ മൊത്തത്തിലാണ് ബാധിക്കുന്നത്. അപ്പോൾ അത് രോഗത്തിൻ്റെ ഭാഗമായിട്ട് അവർക്ക് സൈക്കോളജിക്കൽ പ്രോബ്ലം വരും. പിന്നെ ഈ ആരാണേലും വയ്യാന്നായി കഴിയുമ്പോൾ ക്ഷീണം വരുന്നത്, ക്ഷീണം ഈസ് എ പാർട്ട് ഓഫ് ദി അസുഖമാണ്, അതായത് സിംറ്റമാണ്. അപ്പം നമ്മൾ 4 കാർഡിനൽ സയൻസ് 5 എണ്ണം പറയുന്നതിന് ചുമന്നു വരിക, പനി വരിക, വേദന വരിക, മുഴ വരിക, പിന്നെ ലോസ് ഓഫ് ഫങ്ഷൻ, ടയർഡ്നെസ്, അതാണ് വരുന്ന ഫെറ്റീഗ്. അത് ഒരു രോഗലക്ഷണമാണ്. അപ്പോൾ ഈ ഇമ്മ്യൂൺ സിസ്റ്റം ആണല്ലോ എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യേണ്ടത്. അപ്പം നമ്മളുടെ ഈ എനർജി പ്രൊഡക്ഷനെയും എല്ലാം ഇത് ബാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഈ അസുഖം വന്നിരിക്കുന്നത്. ഈ അസുഖത്തിൻ്റെ ഭാഗമായിട്ടും വരും. പിന്നെ അതുകൂടാതെ നമുക്ക് വയ്യാന്നാകുമ്പോൾ നമ്മൾ ഡിപ്രസ്ഡ് ആവില്ല. ഏത് മനുഷ്യനാണെങ്കിലും നമുക്ക് അതൊരു പ്രശ്നം വരികയല്ലേ. അപ്പം ഞാൻ അതുപോലെയുള്ള ഒരു പേഷ്യൻറ്റിൻ്റെ കാര്യം കൂടെ പറയാം. ഇവർ ഒരു ആക്റ്റീവ് ലേഡിയാണ്, ഒരു വെരി റെസ്പോൺസിബിൾ പൊസിഷനിലിരിക്കുന്ന ആളാണ്. 166 സെൻറ്റിമീറ്റർ പൊക്കം, 80 കിലോ ആണ് തൂക്കം. 2021 അവർക്ക് ആർത്രൈറ്റിസ് വരുന്നത്. തൈറോയ്ഡ് 2015 മുതലുണ്ട്. പിന്നെ വെരിക്കോസ് വെയിൻ ഉണ്ട്, മൈഗ്രെയിൻ ഉണ്ട്. ഇത് കൂടാതെ അവർ സൈക്കാട്രിക് മെഡിസിൻസും കൂടി എടുത്തുകൊണ്ടിരിക്കുകയാണ്, സ്ട്രോങ് ആയിട്ടുള്ള. അങ്ങനെയാണ് അപ്പം മൊത്തത്തിൽ ബോഡി ഇതാണ്. പിന്നെ തൈറോയിഡിന് വേണ്ടിയിട്ട് മരുന്നെടുക്കുന്നുണ്ട്, സൈക്കാട്രിക് മെഡിസിനും എടുക്കുന്നുണ്ട്. അപ്പോൾ അവരെടുക്കുന്ന മെഡിസിൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇഗുട്രമോളെന്ന് പറഞ്ഞ് ഇതിന് വേണ്ടിയിട്ട്, ആർത്രൈറ്റിസിന് വേണ്ടിയിട്ട് മിഥൈൽ പ്രെഡ്നിസോലോൺ എടുക്കുന്നുണ്ട്. അതുപോലെ ലെഫ്നോണോ, 3 ട്രിപ്പിൾ ഡ്രഗ്. യൂഷ്വലി മിക്കവാറും എല്ലാ റൂമറ്റോളജിസ്റ്റും കൊടുക്കുന്ന ഈ ട്രിപ്പിൾ ഡ്രഗ് റെജിമാണ്. ചിലർക്ക് പിന്നെ അതിൻ്റെ കൂടെ ഒരു ഡെഫാക്കോട്ടും 3-4 മരുന്നൊക്കെയാണ് മിക്കവാറും മെയിൻ ഇമ്യൂണോസപ്രസൻസ് കാണുന്നത്. അപ്പോൾ ഇതൊക്കെ അവർ ലോങ് ടൈം എടുക്കുന്നുണ്ട്. അതുകൂടാതെ അവർ എസിറ്റലപ്രം എന്ന് പറഞ്ഞ ഒരു ടാബ്ലറ്റ് സൈക്കാട്രിക് മെഡിസിൻ എടുക്കുന്നുണ്ട്. അതുകൂടാതെ ലിത്തോസ്, അത് ലിഥിയം കാർബണേറ്റ്, അത് ആൻറ്റി ഡിപ്രസൻ്റ് ആണ്. അത് 400 മില്ലിഗ്രാം 2 നേരം എടുക്കുന്നുണ്ട്. വെരി ഹൈ ഡോസാണ്. പിന്നെ കുറച്ച് മരുന്നുകളും ഇതെല്ലാം കൂടെ എടുക്കുന്നൊരു പേഷ്യൻ്റാണ്. അപ്പോൾ ഇത് ഒബേസാണ്. അപ്പോൾ ഈ മരുന്നുകളെല്ലാം കൂടെ കഴിച്ച് ഈ ഇമ്യൂണോസപ്രസൻസ് എല്ലാം കൂടെ വന്നു കഴിഞ്ഞിട്ട് അവർ 80 കിലോയിലേക്ക് വന്നു. അപ്പോൾ ഈ പേഷ്യൻറ്റിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമുക്ക് ഹിസ്റ്ററി നോക്കിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ബേസിക്കലി അവർ ഈ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയത് ശരിക്കും പറഞ്ഞാൽ 19/12/24 അപ്പം ഇപ്പം ഈ ഒരു 1 ഇയർ ഒന്നും ലാസ്റ്റ് വരുമ്പം ആക്ച്വലി അവരുടെ ഇത് പറയാം, അവർ കേരളത്തിന് പുറത്താണ്. അത് കാരണം അവർക്ക് കൂടുതലും നമ്മൾ ഓൺലൈനായിട്ട് ഡിജിറ്റൽ ഫോളോ അപ്പും ഒക്കെയാണ് ചെയ്തിരുന്നത്. അവർ ലാസ്റ്റ് വരുന്നത് 24/10/25 അപ്പോഴേക്കും അവരുടെ വെയിറ്റ് 55 kg ആയിട്ട് കുറഞ്ഞു. അതായത് 80 kg എന്നാണ് 55 എത്തിയെന്ന് ഓർക്കണം. അത് വളരെ കറക്റ്റായിട്ട് പറയുന്ന പോലെ ചെയ്തിരുന്ന പേഷ്യൻ്റാണ്. അവർ വരുമ്പം അവർക്ക് 39 ഇയേഴ്സാണ്. അവരുടെ ബോഡി ഏജ്, നമ്മൾ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ നമ്മൾ ബോഡിയാണല്ലോ കറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ബോഡി ഏജ് നോക്കും. അവരുടെ 58 ഇയേഴ്സ് ആയിരുന്നു അവരുടെ ബോഡി ഏജ്. ആൻഡ് ലാസ്റ്റ് വരുമ്പം അപ്പോൾ 39 തുടങ്ങിയാൽ ഇപ്പോൾ 2 വർഷം കൂടെ ആയല്ലോ. അപ്പോൾ അവർ വരുമ്പോഴേക്കും ഓൾമോസ്റ്റ് അവരുടെ 41 ഇയർ ആയി. പക്ഷേ അവരുടെ ബോഡി ഏജ് കുറഞ്ഞ് 40ലേക്ക് കൊണ്ടുവരാൻ പറ്റി. അപ്പോൾ അവരുടെ വെയിറ്റ് 80 55 എത്തിയെന്ന് ഓർക്കണം. അതുപോലെ ബോഡിയിൽ ഫാറ്റ് ഒത്തിരി കൂടുതലായിരുന്നു. ഓൾമോസ്റ്റ് 40% ഫാറ്റ് ഉണ്ടത് കുറഞ്ഞ് 29ലേക്ക് വന്നു. അതുപോലെ വിസറൽ ഫാറ്റാണ് നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ കൺട്രോൾ ചെയ്യുന്നതിൽ ഒരു ഇമ്പോർട്ടൻ്റ് ഇത്. അത് 11% ഉള്ളത് 3.5% ആയി. അപ്പോൾ ആ പേഷ്യൻ്റ് ഈ മരുന്നുകളൊന്നുമില്ല, കംഫർട്ടബിളായിട്ട് പോകുന്നു, ഒരു മരുന്നും ഇല്ലാതെ. അപ്പം എന്തൊരു ചേഞ്ച് ആയിരിക്കും ആ പേഴ്സണ് വരുന്നത്. അപ്പോൾ സൈക്കാട്രിക് മെഡിസിനും എടുത്ത് ഈ ഇതിനൊക്കെ എടുത്തുകൊണ്ടിരുന്നത്. അപ്പം ആക്ച്വലി ഒരു ടെലിമെഡിസിൻ ഫോളോ അപ്പ് ഇന്നലെ ഉണ്ടായിരുന്നതാണ് ഈ പേഷ്യൻ്റ്. ഇപ്പോഴും ഷീസ് വെരി കംഫർട്ടബിൾ, എല്ലാ കാര്യങ്ങളും നടത്തുന്നു. അപ്പോൾ അവരുടെ ഈവൻ നമ്മുടെ എസ്തറ്റിക്, നമ്മളെ ഒരു സൗന്ദര്യത്തിൽ പോലും വന്നിരിക്കുന്ന ചേഞ്ച് ഒന്ന് ആലോചിച്ച് നോക്ക്. 80. അപ്പം എനിക്ക് അവരെ കാണുമ്പോൾ തന്നെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം ഐ ഫെൽറ്റ് വളരെ സന്തോഷം തോന്നി. കാരണം ആദ്യം വരുമ്പോൾ 80 കിലോയിൽ വളരെ വയ്യാതെ വളരെ കഷ്ടപ്പെട്ടാണെന്ന് അവർ നടന്നു തന്നെ വരുന്നത്. അപ്പോൾ ആ നിലയിൽ നിന്ന് അവർ ഇപ്പോഴത്തെ സ്റ്റേജിലേക്ക് വരുമ്പോൾ 55 കിലോ വെരി ബ്യൂട്ടിഫുൾ ലേഡി ആയിട്ട് മാറുക എന്ന് പറയുന്നത്, ആ ബോഡി ഷേപ്പും ഒക്കെ വരിക എന്ന് പറയുന്നത് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഡോക്ടർ പറഞ്ഞതനുസരിച്ച് ആ പേഷ്യൻ്റ് തന്നെ ഒരു ഹൈ പോസ്റ്റുള്ള ഒരു പേഷ്യൻ്റാണ്. പക്ഷേ സാധാരണക്കാർക്കാണെങ്കിൽ അവർ ഈ സൈക്കാട്രിക് മെഡിസിനും കഴിക്കുന്നു, ഇങ്ങനെയൊക്കെ
വണ്ണമായിട്ടൊക്കെ ഇരുന്ന് ഈ റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഒക്കെ ആയിട്ട് ഇരിക്കുന്നവർക്ക് എത്രമാത്രം അവർക്ക് ഇങ്ങനത്തെ കാര്യത്തിൽ ഇൻവോൾവ് ചെയ്യാൻ സാധിക്കും, അവരുടെ ഫാമിലിയൊക്കെ എത്രമാത്രം ഇങ്ങനത്തെ കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യും? ഞാനിവിടെ കാണുന്ന ഏറ്റവും വലിയ പ്രോബ്ലം, ഒന്ന് നമ്മളുടെ മോഡേൺ മെഡിസിൻ ഡോക്ടർമാർ ഇതിന് എഗൈൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നു. അവർ ചോദിച്ചു കഴിഞ്ഞാൽ അയ്യോ ഇതൊന്നും പോകരുത്, കാരണം അയ്യോ മരുന്നൊക്കെ നിർത്തി ഇത് നിങ്ങൾക്ക് പഴയതിനേക്കാളും കൂടുതലായിട്ട് കയറി വരുമെന്ന്. മരുന്ന് പെട്ടെന്ന് നിർത്തുമല്ല, പേഷ്യൻറ്റിന് സിംറ്റമാറ്റിക് റിലീഫ് കിട്ടുന്നതനുസരിച്ച് അവരുടെ ഇമ്മ്യൂണിറ്റിയെ ബ്ലോക്ക് ചെയ്യുന്ന മരുന്നുകളാണ് ഗ്രാജുവലി കുറച്ചുകൊണ്ട് വരുന്നത്. കാരണം ഒരാൾക്കും വെറുതെ മരുന്ന് നിർത്താൻ പറ്റില്ല, സിംറ്റംസ് കൂടുമെന്നുണ്ടെങ്കിൽ മരുന്ന് നിർത്താൻ പറ്റില്ലല്ലോ. അപ്പം സിംറ്റമാറ്റിക് റിലീഫ് കിട്ടുന്നതനുസരിച്ച് അവരുടെ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്ത് വരുന്നതനുസരിച്ച് സിംറ്റമാറ്റിക് റിലീഫ് കിട്ടുന്നതനുസരിച്ച് നോക്കി ഗ്രാജുവലി പേഷ്യൻ്റ് സാറ്റിസ്ഫാക്ഷൻ അനുസരിച്ചാണ് നമുക്ക് മരുന്ന് നിർത്താൻ പറ്റുള്ളൂ. ഒരു ഇമ്മ്യൂണോ സപ്രസൻറ്റും സേഫ് ആയിട്ടുള്ളതില്ല, കാരണം നമ്മുടെ ഇമ്മ്യൂണിറ്റിയാണ് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അതിനെ മരവിപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരു ഫ്യൂച്ചർ ഇല്ല. പിന്നെ എല്ലാ മരുന്നുകളും സൈഡ് എഫക്ട്സ് ഉണ്ടാക്കും. ഇപ്പം ഇന്നത്തെ ഈ ടോപ്പിക്കിൽ ആർത്രൈറ്റിസിൻ്റെ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിനെ പറ്റിയോ അല്ലെങ്കിൽ ഇപ്പം ഈ പറഞ്ഞ പോലെ ജീവിതശൈലി ക്രമീകരണം എങ്ങനെയാണ് ക്ലിനിക്കലി സപ്പോർട്ടഡായിട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇഫക്റ്റീവായിട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് പല അസുഖങ്ങളുടെയും കാര്യത്തിൽ ബെനിഫിറ്റ്സ് കിട്ടുന്നതും എങ്ങനെയാണ് ഇത് ശരിക്കും മോഡേൺ മെഡിസിൻ്റെ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള ഒരു ഭാഗവും കൂടെ ആയി മാറേണ്ടത് എന്നുള്ളതിനെ പറ്റിയും നമ്മൾ ഡിസ്കസ് ചെയ്തു. രോഗകാരണം മനസ്സിലാക്കി പ്രബുദ്ധരാക്കുക. ജീവിതശൈലി ക്രമീകരണത്തിലൂടെ രോഗങ്ങളെ മാറ്റുക. കൂടുതൽ ഹെൽത്ത് വീഡിയോകൾക്കും ശാസ്ത്രീയമായ ജീവിതശൈലി ക്രമീകരണ അറിവുകൾക്കുമായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയ ശേഷം ബെൽ ബട്ടൺ അമർത്തുക.